ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തഗുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മൽസരാണാം സദാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്യതേऽത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം ശുകമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയ ഇമാ പുരോ വിഭുഃ നിർമായസേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ.
പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. നാരായണ. എല്ലാവർക്കും തമിഴ് പുത്താണ്ട് വാഴ്ത്തുക്കൾ. ഇന്ന് തമിഴ്നാട്ടിലെ വിഷുവാണ്. അവരുടെ ചിത്തിരൈ എന്ന് പറയുന്ന മാസം ആരംഭിക്കുന്നു. അവർക്ക് പുതിയ വർഷമാണ്. അപ്പോൾ ആരൊക്കെ തമിഴ്നാടുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരുണ്ടോ എല്ലാവർക്കും പുത്താണ്ട് വാഴ്ത്തുക്കൾ, പുതുവർഷ ആശംസകൾ. നാളെ അഡ്വാൻസ് ആയിട്ട് ഇന്ന് തന്നെ നമുക്ക് വിഷു ആശംസകൾ. നല്ലൊരു വിഷു ആവട്ടെ, നല്ല കണികളുണ്ടാവട്ടെ നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് പറയണം. നാരായണ. നമുക്ക് ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് വരാം. ഓം. ഭാഗവത ജ്ഞാനഗംഗ ദശമസ്കന്ധത്തിലെ 50-ാം അധ്യായമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജരാസന്ധ യുദ്ധം എന്നുള്ള ഭാഗം കഴിഞ്ഞു. ഇനി കാലയവനൻ ദ്വാരകയെ ആക്രമിക്കാൻ വരുന്നു. ഈ സന്ദർഭത്തിലാണ് ഭഗവാൻ ദ്വാരകാപുരിയെ നിർമ്മിക്കുന്നത്. എന്നിട്ട് രാത്രിക്ക് രാത്രി ഉറങ്ങിക്കിടന്ന മധുരാപുരവാസികളെല്ലാം ഭഗവാന്റെ സങ്കല്പത്താൽ ഉണർന്നെഴുന്നേൽക്കുന്നത് ദ്വാരകാപുരിയിലാണ്. അപ്പോൾ ദേവശില്പിയായിട്ടുള്ള വിശ്വകർമാവിനാലാണ് ഭഗവാൻ ദ്വാരകാപുരിയെ നിർമ്മിപ്പിക്കുന്നത്. എല്ലാ ഐശ്വര്യത്തോടും കൂടിയ ദേവലോക സഭയേക്കാൾ ശ്രേഷ്ഠമായ ഒരു പുരിയാണ് ദ്വാരകാപുരി. ദേവലോകത്തു നിന്നുള്ള ദേവസഭയായ സുധർമ്മ ഈ ദ്വാരകയിലേക്ക് വരികയാണ്. ഭഗവാന്റെ അവതാരം തീരുവോളം ഇനി സുധർമ്മ ഇവിടെയാണ്. അപ്പം അങ്ങനെയുള്ള ദ്വാരകാപുരി പ്രവേശം, ദ്വാരകാപുരി നിർമ്മാണം, ദ്വാരകാപുരി പ്രവേശം, ഇതൊക്കെയാണ് ഇനി കാണാൻ പോകുന്നതായിട്ടുള്ള വിഷയങ്ങൾ. നമുക്ക് 50-ാം അധ്യായത്തിലെ 31-ാം ശ്ലോകം മുതൽക്ക് വായിക്കാം. ഇന്നലെ നമ്മൾ വൈകുന്നേരം എടുത്ത ക്ലാസ് 31 മുതൽക്കാണ്. അത് മുതൽക്ക് വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അധ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ 50-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. 31 മുതൽക്ക്. ജഗ്രാഹ വിരധം രാമോ ജരാസന്ധം മഹാബലം ഹതാനീകാവശിഷ്ടാസും സിംഹഃ സിംഹമിവൗജസാ ബദ്യമാനം ഹതാരാതിം വാസൈർവാരുണമാനുഷൈഃ വാരയാമാസ ഗോവിന്ദഃ തേന കാര്യചികീർഷയാ
സമുക്തോ ലോകനാഥാഭ്യാം വ്രീഡിതോ വീരസമ്മതഃ തപസേ കൃതസങ്കൽപ്പോ വാരിതഃ പതിരാജഭിഃ വാക്യൈ പവിത്രാർത്ഥപദൈഃ നയനൈഃ പ്രാകൃതൈരപി സ്വകർമ്മബന്ധപ്രാപ്തോയം യദുഭിസ്തേ പരാഭവഃ ഹതേഷു സർവാനീകേഷു നൃപോ ബാർഹദ്രതസ്തദാ ഉപേക്ഷിതോ ഭഗവതാ മഗധാൻ ദുർമനായയൗ മുകുന്ദോപ്യക്ഷതബലോ നിസ്തീർണാരിബലാർണവഃ വികീര്യമാണഃ കുസുമൈഃ ത്രിദശൈർ അനുമോദിതഃ മാധുരൈരുപസംഗമ്യ വിജ്വരൈർമുദിതാത്മഭിഃ ഉപഗീയമാന വിജയഃ സൂതമാഗതവന്ദിഭിഃ ശംഖദുന്ദുഭയോ നേതുഃ ഭേരീതൂര്യാണ്യനേകശഃ വീണാവേണുമൃദംഗാനി പുരം പ്രവിശതി പ്രഭൗ സിക്തമാർഗാം ഹൃഷ്ടജനാം പതാകാഭിരലങ്കൃതാം നിർഘുഷ്ടാം ബ്രഹ്മഘോഷേണ കൗതുകാബദ്ധതോരണാം നിചീയമാനോ നാരീഭിഃ മാല്യദധ്യക്ഷതാങ്കുരൈഃ നിരീക്ഷ്യമാണഃ സസ്നേഹം പ്രീത്യുത്കലിതലോചനൈഃ ആയോധനഗതം വിത്തം അനന്തം വീരഭൂഷണം യദുരാജായ തത്സർവം ആഹൃതം പ്രാദിശത് പ്രഭുഃ ഏവം സപ്തദശ കൃത്വഃ താവത്യക്ഷൗഹിണീബലഃ യുയുധേ മാഗധോ രാജാ യദുഭിഃ കൃഷ്ണപാലിതൈഃ അക്ഷിണ്വൻ തദ്ബലം സർവം വൃഷ്ണയ കൃഷ്ണതേജസാ ഹതേഷു സ്വേഷ്വനീകേഷു ത്യക്തോയാത് ഹരിഭിർനൃപഃ അഷ്ടാദശമസംഗ്രാമേ ആഗാമിനി തദന്തരാ നാരദ പ്രേഷിതോ വീരോ യവനഃ പ്രത്യദൃശ്യത രുരോദ മധുരാമേത്യ തിസൃഭിർമ്ലേച്ഛകോടിഭിഃ നൃലോകേ ച പ്രതിദ്വന്ദ്വോ വൃഷ്ണീൻ ശ്രുത്വാ ആത്മസംഹിതാൻ തം ദൃഷ്ട്വാ ചിന്തയത് കൃഷ്ണഃ സംഘർഷണസഹായവാൻ അഹോ യദൂനാം വൃജിനം പ്രാപ്തം ഹ്യുപയതോ മഹത് യവനോയം നിരുന്ദേസ്മാൻ അദ്യ താവൻ മഹാബലഃ മാഗധോപ്യദ്യ വാ ശ്വോ വാ പരശ്വോ വാഗമിഷ്യതി അവയോർയുദ്യതോരസ്യ യദ്യ ആഗന്ധാജരാസുതഃ ബന്ധൂൻ വദിഷ്യത്യഥവാ നേഷ്യത്തെ സ്വപുരം ബലി തസ്മാദദ്യ വിധാസ്യാമോ ദുർഗം ദ്വിപദദുർഗമം തത്ര ജ്ഞാതീൻ സമാധായ യവനം ഘാതയാമഹേ ഇതി സമ്മന്ത്ര്യ ഭഗവാൻ ദുർഗം ദ്വാദശയോജനം അന്തഃ സമുദ്രേ നഗരം കൃഷ്ണാദ്ഭുതം അചീകരത് ദൃശ്യത്തെ യത്ര ഹി ത്വാഷ്ട്രം വിജ്ഞാനം ശില്പനൈപുണം രത്യാചത്വരവീഥീഭിഃ യഥാ വാസ്തു വിനിർമ്മിതം സുരദ്രുമലതോദ്യാന വിചിത്രോ ഭവനാന്വിതം ഹേമശൃംഗൈർദിവിസ്പൃഗ്ഭിഃ സ്ഫാടികാട്ടാലഗോപുരൈഃ രാജതാരകുടൈः കോഷ്ഠൈः ഹേമകുംഭൈരലങ്കൃതൈः രത്നകൂടൈർഗൃഹൈർഹൈമൈः മഹാമരകതസ്ഥലൈः വാസ്തോഷ്പദീനാം ച ഗൃഹൈः വളഭീഭിശ്ച നിർമ്മിതം ചാതുർവർണ്യജനാകീർണം യദുദേവ ഗൃഹോല്ലസത് സുധർമാം പാരിജാതം ച മഹേന്ദ്രഃ പ്രാഹിണോധരേഃ യത്ര ചാവസ്ഥിതോ മർത്യോ മർത്യധർമ്മൈർന യുജ്യത്തെ ശ്യാമൈകകർണാൻ വരുണോ ഹയാൻ ശുക്ലാൻ മനോജവാൻ അഷ്ടൗ നിധിപതി കോശാൻ ലോകപാലോ നിജോദയാൻ യദ്യത് ഭഗവതാ ദത്തം ആധിപത്യം സ്വസിദ്ധയേ സർവം പ്രത്യർപ്പയാമാസുഃ ഹരൗ ഭൂമിഗതേ നൃപ തത്ര യോഗപ്രഭാവേണ നീത്വാ സർവജനം ഹരിഃ പ്രജാപാലേന രാമേണ കൃഷ്ണഃ സമനുമന്ത്രിതഃ നിർജഗാമപുരദ്വാരാത് പദ്മമാലീ നിരായുധഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ദുർഗനിവേശനം നാമ 50തമോऽധ്യായഃ.
സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. ഭാഗവതം ദശമസ്കന്ധത്തിലെ ഉത്തരാർദ്ധത്തിലേക്ക് പ്രവേശിച്ചു. 50-ാം അധ്യായം ജരാസന്ധ യുദ്ധം കണ്ടു നമ്മൾ. ബലരാമസ്വാമിയും ഭഗവാനും കൂടി ജരാസന്ധന്റെ സൈന്യത്തെ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞതും, ജരാസന്ധനെ ബലരാമസ്വാമി വധിക്കാൻ ഒരുമ്പെട്ടപ്പോൾ ഭഗവാൻ തടഞ്ഞതും, അങ്ങനെ നാണം കെട്ട് തപസ്സിനായിട്ട് പോകാൻ പുറപ്പെട്ട ജരാസന്ധനെ ശിശുപാലാദി രാജാക്കന്മാർ പിന്തിരിപ്പിക്കുന്നതും ആയിട്ടുള്ള രംഗങ്ങൾ കണ്ടു. അത് കഴിഞ്ഞ് ഭഗവാൻ മധുരാപുരിയിലേക്ക് ബലരാമസ്വാമിയോടുകൂടി വിജയശ്രീ ലാളിതനായി എഴുന്നള്ളുന്നതും അദ്ദേഹത്തിന് കൊടുത്ത സ്വീകരണങ്ങളും വിശേഷമായിട്ട് നമ്മൾ ഇന്നലെ വൈകുന്നേരം കണ്ടു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ 17 പ്രാവശ്യം ജരാസന്ധൻ 23 അക്ഷൗഹിണി സൈന്യവുമായിട്ട് വീണ്ടും 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 മധുരാപുരിയെ ആക്രമിച്ചു. ഏവം സപ്തദശകൃത്വഃ താവത്യക്ഷൗഹിണീ ബലഃ യുയുധേ മാഗധോ രാജ യദുഭിഃ കൃഷ്ണപാലിതൈഃ. കൃഷ്ണപാലിതൈഃ യദുഭിഃ. കൃഷ്ണനാൽ സംരക്ഷിക്കപ്പെടുന്ന യാദവ സൈന്യത്തോട് ജരാസന്ധൻ 23 അക്ഷൗഹിണി വീതം 17 പ്രാവശ്യം യുദ്ധത്തിൽ വന്ന് ഭഗവാൻ അല്ലെങ്കിൽ ഭഗവാന്റെ സഹായത്തോടുകൂടെ ആ വൃഷ്ടികൾ കൃഷ്ണ തേജസാ വൃഷ്ണയഃ സർവം തദ്ബലം അക്ഷിണ്വൻ ക്ഷയിപ്പിച്ചു കളഞ്ഞു. ജരാസന്ധ സൈന്യത്തെ വൃഷ്ണികൾ ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി നശിപ്പിച്ചു. ഹതേഷു സേഷു അനീകേഷു തെക്തോ അയാദരിഭിർ നൃപഃ. ശത്രുക്കളാൽ തന്റെ ഈ സൈന്യങ്ങളെല്ലാം നശിപ്പിക്കപ്പെട്ടതായിട്ടുള്ള സന്ദർഭത്തിൽ നാരായണ അപ്പോൾ ഓരോ പ്രാവശ്യവും പരാജയപ്പെട്ട് ജരാസന്ധനെ മാത്രം സ്വതന്ത്രനാക്കി തിരിച്ചയക്കും. ജരാസന്ധൻ വീണ്ടും വീണ്ടും പരാജയപ്പെട്ട് മഗധയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അങ്ങനെ 17 പ്രാവശ്യം 23 അക്ഷൗഹിണി വീതം 391 അക്ഷൗഹിണി ദുഷ്ട ക്ഷത്രിയന്മാരെ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളെയൊക്കെ, അസുര സ്വഭാവമുള്ള ആളുകളെയൊക്കെ ഭഗവാൻ ബലരാമ സഹിതനായി വധിച്ചു കളഞ്ഞു. അങ്ങനെ ഭൂമിയുടെ ഭാരം, തന്റെ അവതാര ദൗത്യം, ഭൂമിയുടെ ഭാരത്തിന്റെ അപഹരണം അത് നിർവഹിച്ചു.
വളരെ ലളിതമായിട്ട് വളരെ ഈസി ആയിട്ട് ഭഗവാൻ അത് സാധിച്ചു. ജരാസന്ധൻ അതിന് വേണ്ടതെല്ലാം ചെയ്തു എന്നർത്ഥം. പിന്നീട് 18ാമത്തെ പ്രാവശ്യം യുദ്ധത്തിനായിക്കൊണ്ട് ജരാസന്ധൻ വരുന്നതിന്റെ ഇടയ്ക്ക് അഷ്ടാദശമ സംഗ്രാമേ ആഗാമിനി തദന്തരാ നാരദ പ്രേഷിതോ വീരോ യവനഃ പ്രത്യദൃശ്യത. അതിന്റെ ഇടയ്ക്ക് 18ാമത്തെ പ്രാവശ്യം ഇദ്ദേഹം സന്നാഹവുമായിട്ട് വരുന്നതിന് മുമ്പായിട്ട് നാരദനാൽ പ്രേഷിതനായ വീരനായ യവനൻ പ്രത്യക്ഷനായി എന്ന് പറഞ്ഞാൽ മധുരാപുരിയിലേക്ക് അദ്ദേഹം ആക്രമിക്കാനായിക്കൊണ്ട് വന്നു എന്നർത്ഥം. എന്താ? രുരോധ മധുരാമേത്യ തിസൃഭിഃ മ്ലേച്ഛകോടിഭിഃ നിലോകേ ച അപ്രതിദ്വന്ദ്വോ വൃഷ്ണീൻ ശ്രുത്വാത്മസംഹിതാൻ. അപ്പൊ തനിക്ക് തുല്യന്മാരായിട്ട് ആത്മസംഹിതന്മാരായിട്ട് ലോകത്തിൽ ആരുമില്ല എന്ന് വിചാരിച്ചിരുന്ന ആളാണ്. അപ്രതിദ്വന്ദ്വൻ എന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ നാരദൻ മൂപ്പിച്ചു വിട്ടു, അങ്ങേക്ക് തുല്യനായിട്ട് ശത്രു ഉണ്ട്. വൃഷ്ണി വംശം, അതിൽ രാമകൃഷ്ണന്മാർ. ഇത് കേട്ടതായിട്ടുള്ള സമയത്താണ് തിസൃഭിഃ മ്ലേച്ഛകോടിഭിഃ മധുരാമേത്യ രുരോധ. 3 കോടി മ്ലേച്ഛ സൈന്യവുമായിട്ട്, യവന സൈന്യവുമായിട്ട് മധുരയിലേക്ക് വന്ന് ഈ കാലയവനൻ മധുരാപുരിയെ വളഞ്ഞു. രോധിച്ചു, നിരോധിച്ചു. ഇതുവരെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത്. 45ാമത്തെ ശ്ലോകം. തുടർന്ന് നമുക്ക് കാണാം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന്. തം ദൃഷ്ട്വാ ചിന്തയത് കൃഷ്ണഃ സംഘർഷണ സഹായവാൻ അഹോ യദൂനാം വൃജിനം പ്രാപ്തം ഹുഭയതോ മഹത്. യവനോയം നിരുന്ദേസ്മാൻ അദ്യ താവൻ മഹാബലഃ മാഗതോപ്യദ്യ വാശോ വാ പരശോ വാ ഗമിഷ്യതി. തം ദൃഷ്ട്വാ അചിന്തയത് കൃഷ്ണഃ സംഘർഷണ സഹായവാൻ അഹോ യദൂനാം വൃജിനം പ്രാപ്തം ഹുഭയതോ മഹത്. അപ്പോ യവനന്റെ സൈന്യം വന്ന് മധുരാപുരിയെ വളഞ്ഞതായിട്ടുള്ള സന്ദർഭത്തിൽ തം ദൃഷ്ട്വാ, തം എന്ന് പറഞ്ഞാൽ തം യവനം, ആ യവനനെ ദൃഷ്ട്വാ കണ്ടിട്ട് സംഘർഷണ സഹായവാൻ കൃഷ്ണഃ അചിന്തയത്, സംഘർഷണനാകുന്ന സഹായത്തോടുകൂടിയവനായ ഭഗവാൻ കൃഷ്ണൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു. എന്ന് പറഞ്ഞാൽ സംഘർഷണനുമായിട്ട് ആലോചന ചെയ്തു എന്നർത്ഥം. വാസ്തവത്തിൽ ഭഗവാന് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല, എങ്കിലും അഭിനയിക്കുക. ഭൂമിയിൽ മനുഷ്യ രൂപത്തിൽ അവതരിച്ചിരിക്കുമ്പോൾ എല്ലാം അങ്ങനെ എന്താ പറയുക, തനിക്ക് കഴിവുണ്ട്, ശക്തിയുണ്ട് എന്ന് പറഞ്ഞ് സ്വേച്ഛയ്ക്ക് അങ്ങോട്ട് ചെയ്യുകയല്ല. മറ്റുള്ളവർക്ക് അവരവരുടെ റോള് നിർവഹിക്കാനുള്ള അവകാശം കൊടുത്തുകൊണ്ട് ഭഗവാൻ അവരെയൊക്കെ അതിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഭഗവാൻ വേണമെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാവുന്നതാണ് അല്ലെ? ഈ ലോകത്തിൽ ഏത് കർമ്മവും ഭഗവാൻ ഒറ്റയ്ക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഭഗവാൻ ഇപ്പൊ അവതാരം എടുക്കേണ്ട കാര്യമൊന്നുമില്ല. സങ്കല്പം കൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നവനാണ് ഭഗവാൻ. അപ്പൊ ഈ പ്രപഞ്ചത്തെ രക്ഷിക്കാൻ അവതാരം എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്നുമില്ല. താൻ തന്നെ സൃഷ്ടിച്ച തൻ്റെ തന്നെ ആളുകളാണ് ഇവിടെ ദുഷ്ടന്മാരായും ഭവിക്കുന്നത്. അപ്പൊ അവരെ നിയന്ത്രിക്കാൻ ഭഗവാന് സങ്കല്പം മാത്രം മതി. പക്ഷേ ഭഗവാൻ ഈ ലീല ചെയ്യുന്നത് എന്തുകൊണ്ട്? അവതാരമായിട്ട് ഇറങ്ങി വരുന്നത് എന്തുകൊണ്ട്? മറ്റുള്ളവർക്കും കൂടി അതിൽ പങ്കാളികളാവാനും അവർക്ക് അവരുടെ ധർമ്മം ചെയ്യാൻ അവസരം കിട്ടാനും. അത് കണ്ട് എല്ലാ കാലത്തും വരാനിരിക്കുന്ന മനുഷ്യന്മാർക്ക് അവരവരുടേതായിട്ടുള്ള ധർമ്മബോധം, ഉത്തരവാദിത്വ ബോധം ഉണ്ടാവാനും. അല്ല, എല്ലാം ഭഗവാൻ ചെയ്യും
നമ്മളൊന്നും ചെയ്യണ്ട എന്നുള്ള ആറ്റിറ്റ്യൂഡ് മനുഷ്യരിൽ വന്നു ചേർന്നാൽ മടിയന്മാരായിട്ട് ഈ ലോകം തന്നെ നശിച്ചു പോകും. എല്ലാ മനുഷ്യരും മടിയന്മാരായിത്തീരും. അപ്പോ ഈ ലോകം സൃഷ്ടിച്ചത് മനുഷ്യരെ മടിയന്മാരാക്കാൻ വേണ്ടിയിട്ടല്ല. പിന്നെയോ അവരുടെയൊക്കെ ഉള്ളില് വാസനകളുണ്ട്. ആ വാസനകളെ പ്രകടിപ്പിക്കാനും ആ വാസനകളെ ധാർമ്മികമായി ശോഷിപ്പിക്കാനും വേണ്ടിയിട്ടാണ് എല്ലാവർക്കും ജന്മം തന്നിരിക്കുന്നത്, എല്ലാവർക്കും ശരീരം തന്നിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്യാതെ എല്ലാം ഈശ്വരൻ ചെയ്തോട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾക്കൊന്നും ജനിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. നമ്മളെന്നും ഭഗവാൻ സൃഷ്ടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും കർത്തവ്യങ്ങളും ഉണ്ട്. സ്വകർമ്മണാ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ. ഓരോരുത്തരും അവരവരുടെ കർമ്മങ്ങളെ കൊണ്ട് നമ്മളുടെ കാരണഭൂതനായ നാരായണ അപ്പോൾ ഭഗവാൻ നമുക്കെല്ലാവർക്കും നമ്മുടെ ധർമ്മം പ്രവർത്തിക്കാനായിക്കൊണ്ട് അവസരം നൽകാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ അവതാരങ്ങൾ പോലും. അതുപോലെ മറ്റ് വ്യാസാദി അവതാരങ്ങളിലൂടെ ഭഗവാൻ നമ്മളെ ധർമ്മം പഠിപ്പിക്കുകയും ചെയ്യുന്നു. എന്താണ് നമ്മുടെ ധർമ്മം എന്നുള്ളത് ഭഗവാന്റെ അവതാരങ്ങളിലൂടെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ കാലത്തും നമ്മൾക്ക് ഓരോരുത്തർക്കും ഈ ലോകത്തോട്, നമ്മുടെ രാഷ്ട്രത്തോട്, നമ്മുടെ സമൂഹത്തോട്, കുടുംബങ്ങളോട് എല്ലാം കടപ്പാടുകളുണ്ട്, ധർമ്മങ്ങളുണ്ട്. ഇത് മറക്കാതിരിക്കണം. ഇതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഭഗവാന് ഏകനായിട്ട് വേണമെങ്കിൽ ജരാസന്ധനെ എന്നോ കൊന്നുകളയാം. അദ്ദേഹത്തിൻ്റെ സൈന്യമൊന്നും ഒരു പ്രശ്നമേ അല്ല, കാലയവനും പ്രശ്നമേ അല്ല. എങ്കിലും ഭഗവാൻ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? ലോകത്തിന് മാതൃക കാണിക്കാൻ വേണ്ടി. ഭഗവാൻ തന്നെ ഗീതയിൽ പറയുന്ന ലോകസംഗ്രഹമേവാഭി സമ്പശ്യൻ അർഹസി. ലോകസംഗ്രഹത്തെ ദർശിച്ചുകൊണ്ട്, മുൻകൂട്ടി കണ്ടുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ കർമ്മങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്കാർക്കും നമ്മുടേതായിട്ടുള്ള ഡ്യൂട്ടീസിൽ നിന്ന് ഒഴിവാകാൻ അവകാശമില്ല. നമ്മൾ ചെയ്തേ പറ്റൂ. ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ദുരന്തം പല രീതിയിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ. അപ്പോൾ സംഘർഷണ സഹായവാനായിട്ടുള്ള കൃഷ്ണ അചിന്തയത് ചിന്തിച്ചു. അദ്ദേഹം പറയണ ഏട്ടനോടും മറ്റുള്ള പ്രമുഖരോടുമായിട്ട് പറയണ, അഹോ യദൂനാം വൃജിനം പ്രാപ്തം ഹുഭയതോ മഹത്. അഹോ കഷ്ടം, യദൂനാം മഹദ്വൃജിനം പ്രാപ്തം. യാദവന്മാർക്ക് മഹത്തായ ദുഃഖം വന്നു ചേർന്നിരിക്കുന്നു. വൃജിനം എന്നാൽ പാപമെന്നും ദുഃഖമെന്നും അർത്ഥം. പാപത്തിന്റെ ബലമാണ് ദുഃഖം. അപ്പോ വൃജിനം എന്നുള്ളതിന് ദുഃഖം എന്നും മുഖ്യ അർത്ഥം. അപ്പോ ഇവിടെ മഹത്തായ ദുഃഖം അഥവാ സങ്കടം വന്നു ചേർന്നിരിക്കണു. എവിടുന്ന്? ഉഭയതഃ എന്ന. ഉഭയതോ മഹത് എന്ന് പറഞ്ഞു. ഉഭയതഃ എന്ന് പറഞ്ഞാൽ രണ്ട് പ്രകാരത്തില്, രണ്ട് ഭാഗത്ത് നിന്ന് എന്നൊക്കെ അർത്ഥം. എവിടൊക്കെ രണ്ട് ഭാഗത്ത് നിന്ന്? അത് ഭഗവാൻ തന്നെ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. യവനോയം നിരുന്ധേസ്മാൻ അദ്യതാവൻ മഹാബലഃ മാഗതോപ്യദ്യ വാ ശ്രോവാ പരശ്രോവാ ഗമിഷ്യതി. യവനോയം നിരുന്ധേ അസ്മാൻ അദ്യ താവൻ മഹാബലഃ.
അയം യവനഃ, ദാ ഈ യവനൻ, അസ്മാൻ മഹാബലഃ നിരുന്തേ അദ്യ, ഇപ്പതാ നമ്മളെ മഹാബലവാനായിട്ട് വലിയ സൈന്യത്തോടുകൂടി വന്ന് നമ്മളേതാ നിരോധിച്ചിരിക്കുന്നു, നമ്മളെ ആക്രമിച്ചിരിക്കുന്നു, നമ്മളെ ചുറ്റി വളഞ്ഞിരിക്കുന്നു. ഇനി മാത്രമല്ല, മാഗതോപി അദ്യവാ ശോവാ പരശോവാ ആഗമിഷ്യതി. മാഗതോവാ, ഇനി മാഗതനും, അപ്പൊ മഗധരാജാവായ ജരാസന്ധനും അദ്യവാ ഇന്നോ, ശോവാ നാളെയോ, പരശോവാ മറ്റന്നാളോ, വാ ആഗമിഷ്യതി വരും, ഉറപ്പാണ്. അപ്പൊ മാഗധൻ ഇന്നോ നാളെയോ മറ്റന്നാളോ വരാൻ ചാൻസ് ഉണ്ട്. ഭഗവാൻ ത്രികാലജ്ഞാനിയാണ്, എല്ലാം അറിയാൻ കൃത്യമായിട്ട് മാഗധൻ എപ്പോൾ വരുന്നൊക്കെ അറിയാം. എങ്കിലും ഒരു നമ്മളുടെ കൂട്ടത്തിൽ ഒരാളെ പോലെ, പ്രാകൃതനായ ഒരു മനുഷ്യനെ പോലെ, ഒന്നും അറിയാത്തവനെ പോലെ മാഗധൻ ഇന്നോ നാളെയോ മറ്റന്നാളോ എന്നുള്ള വികല്പ രൂപത്തിൽ പറയണം, നിശ്ചയിച്ച് പറയാതെ. അതുകൊണ്ട് സാധാരണ ഒരു മനുഷ്യനാണെന്ന് തോന്നലുണ്ടാക്കാൻ തൻ്റെ മായ പ്രയോഗമാണിതെല്ലാം. അപ്പൊ എല്ലാവർക്കും ഉത്തരവാദിത്വം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്, എല്ലാവരും അലേർട്ട് ആവാൻ വേണ്ടിയിട്ടാണ്. കൃഷ്ണൻ എല്ലാം മുൻകൂട്ടി കൃത്യമായിട്ട് പ്രവചിച്ച് ഞാൻ നോക്കിക്കോളാം, എല്ലാം ഞാൻ ഏറ്റോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ അലസന്മാരായിത്തീരും, അവർക്ക് യാതൊരു ജാഗ്രതയും ഉണ്ടാവില്ല. അപ്പൊ എല്ലാവരും ജാഗ്രതയോടുകൂടി തയ്യാറാവണം ഈ മാഗധനെ നേരിടാനും യവനനെ നേരിടാനും. രാജ്യത്തിലുള്ള ഓരോ പ്രജയുടെയും ധർമ്മമാണ് ശത്രു രാജ്യക്കാർ ആക്രമിക്കുമ്പോൾ അവരെ പ്രതിരോധിക്കാൻ ഏത് രീതിയിലാണോ നമുക്ക് സാധിക്കുക ആ രീതിയിലൊക്കെ നമ്മൾ രാജ്യത്തോടൊപ്പം നിന്ന് സഹകരിക്കണം. ഒരു എമർജൻസിയാണ്, ആ എമർജൻസിയിൽ സ്വാർത്ഥതയ്ക്ക് യാതൊരു സ്ഥാനവും ഇല്ല. രാജ്യത്തെ രക്ഷിച്ച ശേഷം പിന്നെ നമുക്ക് പരസ്പരം തല്ലുകൂടാം, പരസ്പരം സ്വാർത്ഥത പറയാം. ഇതെല്ലാ ലോകങ്ങളുടെയും സ്വഭാവമാണ്. ഇസ്രയേലികളെ കണ്ടു പഠിക്കണം, അല്ലേ? ഇസ്രയേലികള്, ജൂതന്മാര് ലോകത്തിൽ എവിടെയിരുന്നാലും അവരുടെ രാജ്യത്തിനൊരാപത്ത് വരുമ്പോൾ അവരെല്ലാവരും സൈനിക പരിശീലനം കിട്ടിയവരാണ്, അവർ രാജ്യത്തോട് കൂറുള്ളവരാണ്, കമ്മിറ്റഡാണ്, രാജ്യത്തിന് ജീവൻ വെടിയാൻ തയ്യാറാണ്. എവിടുന്നാണെങ്കിലും ഒരു പാഞ്ഞു വന്ന് രാജ്യത്തിൻ്റെ ഒപ്പം ഉണ്ടാവും. ഇത് അവരെ കണ്ടു പഠിക്കേണ്ടതാണ് ഭാരതീയരായിട്ടുള്ള നമ്മളൊക്കെ. പക്ഷെ നമ്മുടെ ഇടയിൽ തന്നെയാണ് അതിന് കുത്തിത്തിരിപ്പുണ്ടാക്കി രാജ്യത്തെ വിഘടിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകൾ ഉള്ളത്. ഹിന്ദു നാമധാരികളും അതിൽ മുമ്പിലുണ്ട്. മറ്റുള്ള മതസ്ഥരെ പറയേണ്ടതില്ലല്ലോ. മറ്റു മതസ്ഥർക്ക് അവരുടെ അജണ്ടയുണ്ട്, അവരുടെ രാജ്യം സ്ഥാപിക്കണം എന്നുള്ളത്. അതിന് വിഡ്ഢികളായിട്ടുള്ള ഹിന്ദു നാമധാരികളും കൂട്ടുനിൽക്കുന്നു അവരുടെ രാഷ്ട്രീയ പ്രേരണ കൊണ്ട്, അല്ലേ? ഇടതും വലതും ഒക്കെ ആയിക്കൊണ്ട് എതിർ നിൽക്കും. അപ്പോൾ രാജ്യത്ത് ദേശീയ ബോധം, ദേശത്തോടുള്ളതായിട്ടുള്ള സ്നേഹം, ആ കമ്മിറ്റ്മെന്റ് അതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഒരു പുനർജീവനം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരേ സമയം രണ്ടും നടക്കുന്നുണ്ട്. നഷ്ടപ്പെടുത്താനുള്ള പരമാവധി ശ്രമം, എന്നാൽ അത് വർദ്ധിച്ചു കൊണ്ടുവരുന്നതായിട്ടുള്ള ഒരു സംഗതിയും കാണുന്നുണ്ട്. നല്ലത്. അപ്പോ യവനോയം നിരുന്ദേസ്മാൻ അദ്യ താവൻ മഹാബലഃ മാഗതോപ്യദ്യവാ ശോവാ പരശോവാ ആഗമിഷ്യതി. ഇപ്പതാ വർത്തമാനത്തിൽ യവനൻ വന്ന് നമ്മളെ നിരോധിച്ചിരിക്കുന്നു. മാഗധനും ഇന്നോ നാളെയോ മറ്റന്നാളോ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആവയോർ യുദ്ധ്യതോരസ്യ യദ്യാഗന്താ ജരാസുതഃ ബന്ധൂൻ വദിഷ്യത്യഥവാ നേഷ്യത്തെ സ്വപുരം ബലീ. ആവയോർ യുദ്ധ്യതോരസ്യ യദ്യാഗന്താ ജരാസുതഃ ബന്ധൂൻ വദിഷ്യത്യഥവാ നേഷ്യത്തെ സ്വപുരം ബലീ. ഏട്ടനോട് പറയണം, ആവയോഹോ അസ്യ യുദ്ധ്യതോഹോ. ആവയോഹോ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും യുദ്ധ്യതോഹോ സതോഹോ.
യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരോട്? അസ്യ, ഈ യവനനോട്, ഇപ്പൊ വന്നിരിക്കുന്നവനെയാണ് അസ്യ എന്ന് പറയുന്നത്. പ്രത്യക്ഷത്തിൽ ഉള്ളവനെ, പരോക്ഷത്തിൽ ഇരിക്കുന്നവനെ തസ്യ എന്നാ പറയുക. അപ്പൊ ജരാസന്ധൻ വന്നിട്ടില്ല, മുമ്പിൽ നിൽക്കുന്നവൻ യവനൻ. അസ്യ, ഈ യവനനോട് യുദ്ധ്യതോഹോ, നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ബലീ ജരാസന്ധഃ യദി ആഗന്ത, ബലവാനായ ജരാസന്ധനും വരികയാണെങ്കിൽ, വരുന്ന പക്ഷം, ബന്ധൂൻ വധിഷ്യതി, ബന്ധുക്കളെ വധിക്കും. നമ്മുടെ മറ്റുള്ള യാദവന്മാരെയൊക്കെ അവര് വധിക്കാനുള്ളതായിട്ടുള്ള ചാൻസ് ഉണ്ട്. ബന്ധൂൻ വധിഷ്യതി അഥവാ സ്വപുരം നേഷ്യത്തെ, അതല്ലെങ്കിലോ പിടിച്ച് ബന്ധനസ്ഥരാക്കിക്കൊണ്ട് സ്വപുരത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. മഗധ ദേശത്തേക്ക് നമ്മുടെ ആൾക്കാരെയൊക്കെ ബന്ധിച്ച് കാരാഗൃഹത്തിൽ കൊണ്ടുപോയി അടയ്ക്കും. അതിൽ അവന് നല്ല എക്സ്പേർട്ടാണ്. അനേക രാജാക്കന്മാരെ കാരാഗൃഹത്തിൽ അടച്ചിട്ടുള്ള ആളാണ് അല്ലെ. 20,800 രാജാക്കന്മാരെ കാരാഗൃഹത്തിൽ അടച്ചു വെച്ചിരിക്കുന്നവനാണ് ഈ ജരാസന്ധൻ. അപ്പൊ ആ കൂട്ടത്തില് യാദവന്മാരെ മുഴുവൻ കൊണ്ടുപോയിട്ട് കാരാഗൃഹത്തിൽ അടയ്ക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്കിവനെ കാലയവനെ നേരിടണം. നമ്മൾ രണ്ടുപേരും പോയി യുദ്ധത്തിന് ചെന്നാൽ ഇത് സംഭവിക്കും. ആവയോർ യുദ്ധ്യതോരസ്യ യദി ആഗന്താ ജരാസുതഃ ബന്ധൂൻ വധിഷ്യതി അഥവാ നേഷ്യത്തെ സ്വപുരം ബലീം. അപ്പൊ ഒന്നുകിൽ നമ്മുടെ ബന്ധുക്കളെ അവർ കടന്ന് ആക്രമിച്ച് ജരാസന്ധൻ വധിച്ചു കളയും, അല്ലെങ്കിൽ ബന്ധനസ്ഥരാക്കി കൊണ്ടുപോകും. തസ്മാദദ്യ വിധാസ്യാമോ ദുർഗം ദ്വിപദ ദുർഗമം തത്ര ജ്ഞാതീൻ സമാധായ യവനം ഘാതയാമഹേ. തസ്മാദദ്യ വിദാസ്യാമോ ദുർഗം ദ്വിപദ ദുർഗമം തത്ര ജ്ഞാതീൻ സമാധായ യവനം ഘാതയാമഹേ. തസ്മാത്, അതുകൊണ്ട്, അദ്യ ദ്വിപദ ദുർഗമം ദുർഗം വിദാസ്യാമഹ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് നമ്മൾ ജരാസന്ധനെയും പ്രതീക്ഷിക്കുന്നത് കൊണ്ട് നമ്മൾ റിസ്ക് എടുക്കണ്ട, നമ്മുടെ ആളുകളെ കൊലയ്ക്ക് കൊടുക്കണ്ട. അതുകൊണ്ട് എന്ത് ചെയ്യാം? തസ്മാത് അദ്യ, ഇന്ന്, ഇപ്പോൾ, ദ്വിപദ ദുർഗമം ദുർഗം വിദാസ്യാമഹ. ദ്വിപദ ദുർഗമം, ദ്വിപദന്മാരെന്ന് പറഞ്ഞാൽ മനുഷ്യർ, രണ്ടു കാലുള്ളവർ മനുഷ്യരാണ്. മനുഷ്യരെ ഉദ്ദേശിച്ചിട്ടാണ് ഇവിടെ. മറ്റേ പക്ഷികളും ദ്വിപദങ്ങളാണ്, പക്ഷെ അവർക്ക് പക്ഷമാണ് മുഖ്യം. അതുകൊണ്ട് അവരെ ദ്വിപദങ്ങൾ എന്ന് പറയില്ല, അവർ പക്ഷമുള്ളവർ പക്ഷികൾ. രണ്ടു കാലുകളുള്ളവരിൽ പ്രമുഖരായിട്ടുള്ളത് മനുഷ്യരാണ്. അതുകൊണ്ട് ദ്വിപദന്മാരെന്നാൽ മനുഷ്യന്മാർ. മനുഷ്യന്മാർക്ക് ദുർഗമം, നരാണാം ദുർഗമം ദ്വിപദ ദുർഗമം ദുർഗം വിദാസ്യാമഹ, ഒരു ദുർഗത്തെ നമുക്ക് ഉണ്ടാക്കണം. മനുഷ്യന്മാർക്ക് അപ്രാപ്യമായിരിക്കുന്ന ഒരു സ്ഥാനം, ഗമിക്കാൻ ക്ലേശമുള്ളതായിട്ടൊരു സ്ഥാനം, ഒരു കോട്ടയോ അതുപോലെ സുരക്ഷിതമായിട്ടൊരു സ്ഥാനം നമ്മുടെ ആളുകൾക്ക് വേണ്ടി നമ്മൾ നിർമ്മിക്കണം. എന്നിട്ടോ തത്ര ജ്ഞാതീൻ സമാധായ യവനം ഘാതയാമഹേ. തത്ര, ആ ദുർഗത്തിൽ, ജ്ഞാതീൻ സമാധായ, നമ്മുടെ ബന്ധുക്കളെയെല്ലാം അവിടേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നന്നായി സമാധായ സമ്യക് ആദായ, അവരെ അവിടെ ഉറപ്പിച്ചിട്ട്, അവരെ അവിടെ സ്ഥിതരാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? യവനം ഘാതയാമഹേ, ആ യവനനെ നമുക്ക് ഹനിക്കാം. യവനോട് നമുക്ക് സമാധാനമായിട്ട് യുദ്ധം ചെയ്യാം. പിന്നാമ്പറം നോക്കേണ്ട ആവശ്യമില്ല. ജരാസന്ധൻ വരുന്നുണ്ടോ, ജരാസന്ധൻ ആക്രമിക്കുന്നുണ്ടോ എന്നുള്ള വ്യാകുലത കൂടാതെ നമുക്ക് ഫ്രീ ആയിട്ട് യവനനോട് യുദ്ധം ചെയ്ത് യവനനെ നമുക്ക് കൊല്ലാം. അപ്പോ നമുക്ക് യവനോട് യുദ്ധം ചെയ്യണമെങ്കിൽ ആദ്യം സ്വൈരം വേണം. അതിനെന്ത് വേണം? നമ്മുടെ ബന്ധുക്കളൊക്കെ സുരക്ഷിതരാവണം. അതിന് ഒരു ദുർഗം നിർമ്മിക്കണം. അത് നമുക്ക് വേഗം വേണം, ഇന്ന് തന്നെ വേണം എന്ന് പറഞ്ഞ മാതിരി ഭഗവാൻ പറയുകയാണ്. എന്നിട്ട് ഇതി സമ്മന്ത്ര്യ ഭഗവാൻ ദുർഗം ദ്വാദശയോജനം അന്തഃസമുദ്രേ നഗരം കൃഷ്ണാദ്ഭുതം അചീകരത്. ഇതി സമ്മന്ത്ര്യ ഭഗവാൻ ദുർഗം ദ്വാദശയോജനം അന്തഃസമുദ്രേ നഗരം കൃഷ്ണാദ്ഭുതം അചീകരത്. ഇതി സമ്മന്ത്ര്യ, ഇങ്ങനെ ഏട്ടനുമായിട്ട് മന്ത്രണം ചെയ്ത് ആലോചന ചെയ്ത് എന്നർത്ഥം. ഇങ്ങനെ ആലോചിച്ചിട്ട് ഭഗവാൻ തന്നെ
അന്തസമുദ്രേ, സമുദ്രാന്തർഭാഗത്ത്, നമ്മുടെ പടിഞ്ഞാറൻ സമുദ്രത്തില്. ദ്വാദശയോജനം ദുർഗം കൃഷ്ണാദ്ഭുതം നഗരം അചീകരത്. ദ്വാദശയോജനം, ഒരു 12 യോജന ദീർഘമേറിയ ഒരു ദുർഗം. ദുർഗം എന്ന് പറഞ്ഞാൽ ഗമിക്കാൻ ദുഃഖമുള്ളത്. ദുഃഖേന ഗന്ധും ശക്യമിതി ദുർഗം, ആർക്കും എളുപ്പത്തിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റാത്തത്. അങ്ങനെയുള്ള കൃഷ്ണ അത്ഭുതം. കൃഷ്ണ അത്ഭുതം, അത്ഭുതം എന്ന് പറഞ്ഞാൽ ആശ്ചര്യജനകമായിരിക്കുന്നത്. അത് കൃഷ്ണ മുഴുവൻ നർത്തം. അപ്പോൾ സമ്പൂർണമായിട്ടും ആശ്ചര്യജനകമായിരിക്കുന്ന ഒരു നഗരം, അതില് ആ ദീപത്തില് അല്ലെങ്കിൽ ആ ദുർഗത്തില് ഒരു നഗരവും അചീകരത് ഉണ്ടാക്കിച്ചു, മറ്റൊരാളെ കൊണ്ട് നിർമ്മിപ്പിച്ചു എന്നുള്ള പ്രയോഗമാണ് അചീകരത്. താൻ ചെയ്തുവെങ്കിൽ ചകാര എന്ന് പറഞ്ഞാൽ മതി. വേറൊരാളെ കൊണ്ട് ചെയ്തപ്പോൾ അചീകരത്. ആരെ കൊണ്ടാ ചെയ്യിപ്പിച്ചത്? അതാണ് നമ്മുടെ ദേവശില്പിയായിട്ടുള്ള വിശ്വകർമാവ്. അങ്ങനെ 12 യോജന നീളമുള്ളതായിട്ടുള്ള ഒരു ദ്വീപ് പോലെ ഒരു ദുർഗത്തെ സമുദ്രമധ്യത്തിൽ അത്ഭുതകരമായിട്ട് ഭഗവാൻ ചെയ്യിപ്പിച്ചു. ദൃശ്യതേ യത്ര ഹിത്വാഷ്ട്രം വിജ്ഞാനം ശില്പനൈപുണം രഥ്യാ ചത്വരവീദീഭിഃ യഥാ വാസ്തു വിനിർമ്മിതം. ദൃശ്യതേ യത്ര ഹിത്വാഷ്ട്രം വിജ്ഞാനം ശില്പനൈപുണം രഥ്യാ ചത്വരവീദീഭിഃ യഥാ വാസ്തു വിനിർമ്മിതം. യത്ര ദൃശ്യത്തെ, എവിടെ കാണപ്പെടുന്നു. അത്ഭുതം എന്ന് പറഞ്ഞില്ലേ, കൃഷ്ണാത്ഭുതം. അപ്പൊ എന്താ അവിടുത്തെ അത്ഭുതം? ത്വാഷ്ട്രം ശില്പനൈപുണം വിജ്ഞാനം. ത്വാഷ്ട്രം വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ത്വഷ്ടാവിനെ സംബന്ധിച്ച വിജ്ഞാനം. ഇവിടെ ത്വഷ്ട എന്നുള്ള ശബ്ദം വിശ്വകർമാവിന്റെ പര്യായമായിട്ടാണ്. അപ്പൊ വിശ്വകർമാവിനെ സംബന്ധിച്ച ശില്പനൈപുണം വിജ്ഞാനം, കരകൗശലത്തിന്റെ സാമർഥ്യത്തെ സൂചിപ്പിക്കുന്ന ആ വിജ്ഞാനം, ശാസ്ത്രജ്ഞാനത്തോടു കൂടിയതായിട്ടുള്ള ആ അത്ഭുതം അവിടെ കാണപ്പെടുന്നു. രഥ്യാ ചത്വര വീദീഭിഃ യഥാ വാസ്തു വിനിർമ്മിതം. രഥ്യ ചത്വര വീദീഭിഃ, രഥ്യകൾ എന്ന് പറഞ്ഞാൽ രഥങ്ങൾ സഞ്ചരിക്കുന്ന മാർഗങ്ങൾ, തെരുവുകൾ. തെരുവുകളുടെ പേരാണ് രഥ്യ. അതിന്റെ അർത്ഥം രഥം സഞ്ചാരയോഗ്യമായത്, കാറുകൾ ഓടാൻ വീതിയുള്ളതാണ് രഥ്യ. ഇനി ചത്വരങ്ങൾ എന്ന് പറഞ്ഞാലോ, അത് നാൽക്കവലകൾ, ജംഗ്ഷനുകൾ, അങ്ങനെയുള്ള വലിയ ജംഗ്ഷനുകൾ. അതുപോലെ തന്നെ വീതി എന്ന് പറയുമ്പോൾ കുറെ കൂടി രാജവീതികൾ, ഹൈവേകൾ, വലിയ ഗതാഗത സൗകര്യമുള്ളതാണ് വീതികൾ എന്ന് പറയാം. അപ്പൊ അങ്ങനെ ചെറിയ തെരുവുകൾ, നാൽക്കവലകൾ, വീതികൾ, ഇങ്ങനെയുള്ളതായിട്ടുള്ള സൗകര്യത്തോടു കൂടിയതായിട്ട് വളരെ പ്ലാൻഡ് എന്നർത്ഥം, വേണ്ട പോലെ പ്ലാനിങ് ചെയ്തുകൊണ്ട് യഥാവാസ്തു എന്ന് പറഞ്ഞാൽ വാസ്തു സംബന്ധമായ ശാസ്ത്രത്തിനനുസരിച്ച്, വാസ്തുശാസ്ത്രമനുസരിച്ച്. വാസ്തു എന്ന് പറഞ്ഞാൽ ഭൂമി, കെട്ടിടം എന്നൊക്കെ അർത്ഥമാണ്. അപ്പോൾ ഭൂമിയെയും കെട്ടിടങ്ങളെയും സംബന്ധിക്കുന്ന ശാസ്ത്രം, ആർക്കിടെക്ചർ തന്നെയാണ് വാസ്തു. അപ്പൊ എവിടെയാണ്, ഏതു തരത്തിലാണ് ഭൂമി കിടക്കുന്നത്, ആ ഭൂമിക്ക് അനുയോജ്യമായിട്ടുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതാണ് ശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം. ആ ബുദ്ധിയാണ് ഇവിടുത്തെ വാസ്തുശാസ്ത്രം. അപ്പൊ യഥാവാസ്തു, ആ ഗൃഹനിർമ്മാണ ശാസ്ത്രത്തെ അതിക്രമിക്കാതെ എന്നർത്ഥം. ആ രീതിയിൽ വിനിർമ്മിതം, വിശേഷേണ നിർമ്മിക്കപ്പെട്ടതായിട്ടുള്ള ആ എന്താ പറയുക, വ്യവസ്ഥകളെല്ലാം എത്ര ദൃശ്യത്തെ, ഏതൊരു ദുർഗത്തിൽ കാണപ്പെടുന്നുവോ. ഇവിടെ ദ്വാരക എന്നുള്ളതായിട്ടുള്ള ആ ദുർഗത്തെയാണ് ഇവിടെ പറയുന്നത്. ഈ ദ്വാരക മുമ്പും അവിടെ ഒരു പുരം ഉണ്ടായിരുന്നതാണ്. അത് പിന്നീട് വെള്ളത്തിൽ താഴ്ന്നു പോയൊരു സ്ഥലമാണ്. അതാണ് കുശസ്ഥലി എന്നായിരുന്നു അതിന്റെ പേര്. പ്രാചീന നാമം കുശസ്ഥലി എന്നാണ്. ആ കുശസ്ഥലി വെള്ളത്തിൽ ആണ്ടുപോയിരിക്കുകയായിരുന്നു. അതിനെ വീണ്ടും ഉദ്ധരിച്ചു, അതിനെ ഒന്ന് റീബിൽഡ് ചെയ്തു എന്നർത്ഥം. നമ്മുടെ കേരളത്തിലും അങ്ങനെയുള്ള കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ദ്വീപുകളുണ്ട് അല്ലേ. നമ്മുടെ കൊച്ചിയിൽ വെല്ലിംഗ്ടൺ ഐലൻഡ്,
മറ്റേ വെല്ലിംഗ്ടൺ എന്ന് പറഞ്ഞ ഒരു ബ്രിട്ടീഷ് പ്രഭുവാണ് അത് നിർമ്മിക്കാനായിക്കൊണ്ടുള്ള എല്ലാം ചെയ്തത്. കടലിൽ നിന്ന് മണ്ണ് ഡ്രഡ്ജ് ചെയ്ത് അതിനെ കൂട്ടി ഒരു വലിയ ദ്വീപ് പോലെയാക്കി മാറ്റി. അപ്പോൾ അതുപോലെ താഴ്ന്നു പോയിരുന്ന ഒരു പ്രദേശമായിരുന്നു കുശസ്ഥലി. അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ പണ്ടും ഉണ്ടാവുമായിരിക്കും അവിടെ. അതിൻ്റെ മുകളിൽ അതിനെ വീണ്ടും ഒന്നുകൂടെ ബലപ്പെടുത്തി എന്നർത്ഥം. അപ്പോൾ പടിഞ്ഞാറേ കടലിൻ്റെ തീരത്തായിട്ട് എന്നർത്ഥം. ഇന്നത്തെ നമ്മുടെ ആ ഗുജറാത്തിനോട് ചേർന്ന്. അപ്പോൾ ദൃശ്യത്തെ എത്ര ഹി ത്വാഷ്ട്രം വിജ്ഞാനം ശില്പനൈപുണം രത്യാ ചത്വരവീതീഭിഃ യഥാ വാസ്തു വിനിർമ്മിതം സുരദ്രുമലതോദ്യാന വിചിത്രോപവനാന്വിതം ഹേമശൃംഗൈർദിവിസ്പൃഗ്ഭിഃ സ്ഫാടികാട്ടാലഗോപുരൈഃ സുരദ്രുമലതോദ്യാന വിചിത്രോപവനാന്വിതം ഹേമശൃംഗൈർദിവിസ്പൃഗ്ഭിഃ സ്ഫാടികാട്ടാലഗോപുരൈഃ. ഇനി വർണ്ണിക്കുകയാണ് ആ ദ്വാരകാപുരി എങ്ങനെയൊക്കെയുള്ളതാണ്, എന്തെല്ലാം സൗകര്യങ്ങളുള്ളതാണ്, എന്തെല്ലാമാണ് അവിടുത്തെ അത്ഭുതം എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ സുരദ്രുമ ലതോദ്യാന വിചിത്ര ഉപവനാന്വിതം. സുരദ്രുമങ്ങൾ എന്ന് പറഞ്ഞാൽ ദേവലോകത്തു നിന്നുള്ള വൃക്ഷങ്ങൾ, ദേവലോകത്തെ വൃക്ഷങ്ങളും അതുപോലെ ലതകളും വള്ളികളും ഉദ്യാനങ്ങള് പൂന്തോട്ടങ്ങള്. അപ്പൊ ഇതെല്ലാം നിറഞ്ഞിരിക്കുന്ന പൂന്തോട്ടങ്ങളും വിചിത്രങ്ങളായ ഉപവനങ്ങളും ബഹുവിധങ്ങളായ വൃക്ഷങ്ങള് വെച്ചുപിടിപ്പിച്ചതായിട്ടുള്ള ഉപവനങ്ങൾ. ഒരേപോലെയുള്ള വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുമ്പോഴാണ് അതിന് ഉപവനങ്ങൾ എന്ന് പറയുക, തോട്ടങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ വിചിത്ര ഉപവന അന്വിതം. മാന്തോപ്പുകളും അതുപോലെയുള്ളതായിട്ടുള്ള തെങ്ങിൻ തോപ്പുകളോ പ്ലാവിൻ തോപ്പുകളോ പലതരത്തിലുള്ളതായിട്ടുള്ള വൃക്ഷത്തോപ്പുകളെല്ലാം നിറഞ്ഞതും. വിചിത്രോപവനാന്വിതം ഹേമശൃംഗൈർദിവിസൃഗ്ഭിഃ സ്ഫാടികാട്ടാലഗോപുരൈഃ. ഹേമശൃംഗൈഃ സ്വർണ്ണക്കൊടിമുടി പോലെയുള്ളതായിട്ടുള്ള ശിഖരങ്ങളും. ആർക്ക്? ഈ സ്ഫാടിക അട്ടാല ഗോപുരങ്ങൾക്ക്. അത് ദിവിസ്പൃഗ്ഭിഃ, ദിവി ദേവലോകത്തെ സ്പർശിക്കുന്ന പോലെ ഉയർന്നു നിൽക്കുന്നുണ്ട്. ആകാശം മുട്ടുന്ന അമ്പരചുംബികളായിട്ടുള്ള ഗോപുരങ്ങൾ. അതിൻ്റെ അഗ്രഭാഗങ്ങളെല്ലാം ഹേമം എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നിർമ്മിതം, സ്വർണം കൊണ്ടുള്ളതായിട്ടുള്ള ശൃംഗങ്ങളോടുകൂടിയ അഥവാ കൊടുമുടികൾ പോലെയുള്ളതായിട്ടുള്ള ഗോപുരങ്ങളോടുകൂടിയ ആകാശം മുട്ടുന്ന ദിവിസ്പൃഗ്ഭിഃ സ്ഫാടിക അട്ടാല ഗോപുരൈഃ. സ്ഫടികമയങ്ങളായിട്ടുള്ള അട്ടാലങ്ങളും ഗോപുരങ്ങളോടും കൂടിയത്. അട്ടാലങ്ങൾ എന്ന് പറഞ്ഞാൽ നിരന്ന മട്ടുപ്പാവ്, തുറസായിട്ടുള്ള മുകളിൽ കയറി നിൽക്കാനുള്ള ടെറേസ്. ടെറേസുകളെയും അതുപോലെ തന്നെ എന്താ പറയുക, ബാൽക്കണികൾ, ഇതിനെയൊക്കെയാണ് അട്ടാലങ്ങൾ എന്ന് പറയുക. അപ്പൊ അട്ടാലങ്ങളുണ്ട്, ഗോപുരങ്ങളുണ്ട്, ഇതെല്ലാം ഉയർന്നു നിൽക്കുന്നുണ്ട്. ആ ഗോപുരങ്ങൾ സ്വർണമയങ്ങൾ. ഹേമശൃംഗൈർദിവിസ്പൃഗ്ഭിഃ സ്ഫാടികാട്ടാലഗോപുരൈഃ രാജതാരകുടൈഃ കോഷ്ടൈഃ ഹേമകുംഭൈരലങ്കൃതൈഃ രത്നകൂടൈർഗൃഹൈർഹൈമൈഃ മഹാമരതകസ്ഥലൈഃ. രാജതാരകുടൈകോഷ്ടൈഃ ഹേമകുംഭൈരലങ്കൃതൈഃ രത്നകൂടൈർഗൃഹൈർഹൈമൈഃ മഹാമരതകസ്ഥലൈഃ. ഹേമകുംഭൈഃ അലങ്കൃതൈഃ രാജതാരകുടൈഃ. കോഷ്ടൈഃ, ഇവിടെ കോഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ വലിയ സഭകൾ, ശാലകൾ എന്നൊക്കെ അർത്ഥമാണ്. സഭകളും ശാലകളുമൊക്കെ എങ്ങനെയുള്ളത്? അത് രാജത ആരകുടൈഃ. രാജതം എന്ന് പറഞ്ഞാൽ വെള്ളി, ആരകുടം എന്ന് പറഞ്ഞാൽ പിത്തള. അപ്പൊ സ്വർണം, വെള്ളി, പിത്തള മുതലായിട്ടുള്ള അവ കൊണ്ട് നിർമ്മിച്ചത്. അത് ഹേമകുംഭൈഃ അലങ്കൃതൈഃ. ഹേമകുംഭം സ്വർണ കലശങ്ങൾ അതിൻ്റെ മുകളിൽ, എന്താ പറയുക,
മുകൾ ഭാഗത്തുള്ള കുംഭങ്ങൾ, കലശങ്ങൾ, പൊൻകുടങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടത്. അപ്പോൾ സ്വർണം കൊണ്ടുള്ളതായിട്ടുള്ള കൊടുമുടികളോടുകൂടി അല്ലെങ്കിൽ കുടങ്ങളോട് കൂടിയതായിട്ടുള്ള അലങ്കരിക്കപ്പെട്ടതായിട്ടുള്ള വെള്ളി കൊണ്ടും പിത്തള കൊണ്ടും ഉണ്ടാക്കിയതായിട്ടുള്ള കോഷ്ടങ്ങൾ, വലിയ സഭകളും ശാലകളും എല്ലാം ഉള്ളതും. മഹാമരതക സ്ഥലൈഹി, സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ നിലങ്ങളാണ്. അവിടെയൊക്കെ നല്ല മരകതം പതിച്ച പോലെ മരതക കല്ലുകൾ പതിച്ചത്. നിലങ്ങളെല്ലാം ഈ ടൈൽസ് ഇടുന്നതിന് പകരം മരതകമാണ് അന്നത്തെ ടൈൽസ് എന്ന് പറയാം. അപ്പൊ മഹാമരതക സ്ഥലൈഹി ഹേമൈഹി രത്നകൂടൈഹി, സ്വർണങ്ങൾ കൊണ്ടുണ്ടാക്കിയതും അതിൽ രത്നശിഖരങ്ങളോട് കൂടിയതും ആയിരിക്കുന്നു. അതെ, താഴികക്കുടം എന്നുള്ള വാക്ക് വന്നില്ല. അപ്പൊ ഹേമൈഹി രത്നകൂടൈഹി, സ്വർണ നിർമ്മിതവും രത്നശിഖരങ്ങളോടും കൂടിയതായിട്ടുള്ള ഗൃഹൈഹി, ഗൃഹങ്ങളും. അപ്പൊ എല്ലാം നല്ല സമൃദ്ധി, എല്ലാം കാണുമ്പോൾ അത്ഭുതം. കാരണം ഉണ്ടാക്കുന്ന ആള് തന്നെ ദേവശില്പിയായിട്ടുള്ള വിശ്വകർമാവാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? ഭഗവാന് വേണ്ടിയിട്ടാണ്. ലോകങ്ങളുടെ മുഴുവൻ നാഥനായിരിക്കുന്ന, എല്ലാറ്റിൻ്റെയും ഉടമസ്ഥനായിരിക്കുന്ന ഭഗവാന് വേണ്ടി ഒരു പുരം നിർമ്മിക്കുമ്പോൾ വിശ്വകർമാവ് മോശമാക്കുവോ? ഏറ്റവും ഗംഭീരമാക്കി എന്നർത്ഥം. രാജതാരകുടൈഹി കോഷ്ടൈഹി ഹേമകുംഭൈഹി അലങ്കൃതൈഹി രത്നകൂടൈർഗൃഹൈർ ഹൈമൈർ മഹാമരതകസ്ഥലൈഹി വാസ്തോഷ്പദീനാം ച ഗൃഹൈഹി വളഭീഭിശ്ച നിർമ്മിതം ചാതുർവർണ്യജനാകീർണം യദുദേവ ഗൃഹോല്ലസത്. വാസ്തോഷ്പദീനാം ച ഗൃഹൈഹി വളഭീഭിശ്ച നിർമ്മിതം ചാതുർവർണ്യജനാകീർണം യദുദേവ ഗൃഹോല്ലസത്. വാസ്തോഷ്പതികൾ എന്ന് പറഞ്ഞാൽ ദേവന്മാരെന്ന് അർത്ഥമാണ്. അപ്പൊ ദേവന്മാർക്ക് ഇരിക്കാനുള്ളതായിട്ടുള്ള ക്ഷേത്രങ്ങൾ എന്നർത്ഥം. വാസ്തോഷ്പദീനാം ച ഗൃഹൈഹി, ദേവന്മാരുടെ ഗൃഹങ്ങൾ അഥവാ ദേവാലയങ്ങൾ. ദേവാലയങ്ങളും അതുപോലെ വളഭീഭിശ്ച നിർമ്മിത. വളഭി എന്ന് പറഞ്ഞാൽ നിലാവൊക്കെ ആസ്വദിക്കാനായിക്കൊണ്ട് ഇരിക്കാനുള്ളതായിട്ടുള്ള മട്ടുപ്പാവ്, ചന്ദ്രശാല എന്നൊക്കെ അതിന് പറയും. ചന്ദ്രനെ കാണാനായിട്ട്, ചന്ദ്രനെ ആസ്വദിക്കാനായിക്കൊണ്ടിരിക്കാനുള്ളതായിട്ടുള്ള ചന്ദ്രശാലകൾ. അപ്പോൾ വളഭീഭിഹി നിർമ്മിതം, നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ചാതുർവർണ്യ ജനാകീർണം, 4 പ്രകാരത്തിലുള്ള ജീവിതം നയിക്കുന്നതായിട്ടുള്ള ആളുകളെ കൊണ്ട് അവർക്കൊക്കെ എങ്ങനെയുള്ള വ്യവസ്ഥകൾ വേണോ ആ പ്രകാരമുള്ള വ്യവസ്ഥകളോടുകൂടി നിർമ്മിക്കപ്പെട്ട ഗൃഹങ്ങൾ. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രന്മാരാകുന്ന 4 പേരുടെയും സൗകര്യങ്ങൾക്കനുസരിച്ച് അവരുടെ ജീവിത നിലവാരത്തിനനുസരിച്ച് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള ഗൃഹങ്ങൾ. അതാണ് ചാതുർവർണ്യജനാകീർണം യദുദേവ ഗൃഹോല്ലസത്. യദുരാജന്മാരുടെ, യദുദേവന്മാരുടെ ഗൃഹങ്ങൾ ഉല്ലസിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഉഗ്രസേന രാജാവിൻ്റെ രാജധാനി, ദേവകന്റെ രാജധാനി, അല്ലെങ്കിൽ വസുദേവർക്കുള്ളത്, ഇങ്ങനെ ഓരോരുത്തർക്കും പ്രത്യേകം സ്ഥാനങ്ങൾ, രാമകൃഷ്ണന്മാർക്കൊക്കെ വേണ്ടത്, ഇങ്ങനെ പ്രമുഖരായിട്ടുള്ള ദേവന്മാർ, യാദവന്മാർക്കുള്ളതായിട്ടുള്ള ഗൃഹങ്ങളെ കൊണ്ടും ഉല്ലസിക്കുന്നത്. യദുദേവ ഗൃഹോല്ലസത്. സുധർമാം പാരിജാതം ച മഹേന്ദ്രഃ പ്രാഹിണോധരേഃ യത്ര ചാവസ്ഥിതോ മർത്യോ മർത്യധർമ്മൈർന യുജ്യതേ. സുധർമാം പാരിജാതം ച മഹേന്ദ്രഃ പ്രാഹിണോധരേഃ യത്ര ചാവസ്ഥിതോ മർത്യോ മർത്യധർമ്മൈർന യുജ്യതേ. സുധർമാം പാരിജാതം ച മഹേന്ദ്രഃ ഹരേഃ പ്രാഹിണോത്. ദേവലോകത്തിലെ സഭയാണ് സുധർമ്മ, ദേവേന്ദ്രന്റെ സഭയാണ് സുധർമ്മ. ആ സുധർമ്മ എന്ന സഭയെയും പാരിജാതം, അവിടുത്തെ ഏറ്റവും വിശേഷപ്പെട്ട വൃക്ഷമായിട്ടുള്ളൊരു പാരിജാതം എന്ന വൃക്ഷത്തെയും മഹേന്ദ്ര, ഇന്ദ്രൻ, ഹരേഹേ പ്രാഹിണോത്, ഭഗവാന് സമ്മാനമായിട്ട് കൊടുത്തയച്ചു എന്നാണ്. പറഞ്ഞയച്ചു, കൊടുത്തയച്ചു എന്നൊക്കെ അർത്ഥം. അദ്ദേഹത്തിന്റെ സമ്മാനം ഭൂമിയിലേക്ക് അദ്ദേഹം എത്തിച്ചു, ദ്വാരകയിലേക്ക് എത്തിച്ചു.
സുധർമ്മ എന്നുള്ള രാജധാനിയും പാരിജാതം എന്നുള്ള വൃക്ഷവും. യത്ര അവസ്ഥിതഃ മർത്യഃ മർത്യധർമ്മൈഃ ന യുജ്യതേ. അപ്പോൾ ഏതൊരു സുധർമ്മയിൽ ഇരിക്കുന്നവനായ അവസ്ഥിതനായിട്ടുള്ള മർത്യഃ മർത്യധർമ്മൈഃ ന യുജ്യതേ. മനുഷ്യ സ്വഭാവമുള്ള ധർമ്മം, മനുഷ്യന്റെ ധർമ്മങ്ങൾ അല്ലേ, ജരാനരകള്, വിശപ്പ്, ദാഹം, ഉറക്കം, ക്ഷീണം, രോഗാദികള്, ഇതൊക്കെ മർത്യധർമ്മങ്ങളാണ്, മനുഷ്യ ശരീരത്തിനെ ബാധിക്കുന്ന പീഡകളാണ്. ഇതിനാലൊന്നും ദേവശരീരങ്ങൾ ബാധിക്കപ്പെടില്ല. അപ്പൊ ദേവശരീരങ്ങൾ എപ്രകാരമാണോ അതുപോലെ ഇരിക്കാം എവിടെ ഇരുന്നാല്, സുധർമ്മയിലിരുന്നാൽ. സുധർമ്മയിലിരിക്കുന്നവർക്ക് മർത്യന്മാരുടെ യാതൊരു ദോഷങ്ങളും ബാധിക്കുകയില്ല. അങ്ങനെയുള്ള എത്ര അവസ്ഥിതഃ മർത്യഃ മർത്യധർമ്മൈഃ ന യുജ്യതേ, യോജിക്കപ്പെടുന്നില്ല. അങ്ങനെയുള്ള സുധർമ്മ അവിടെ എത്തി. ഇപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? ഇപ്പോ ശ്രീകൃഷ്ണ ഭഗവാനാണ് എല്ലാ ലോകങ്ങളുടെയും നിയന്ത്രണം. അത് ഗോവിന്ദാഭിഷേകം കഴിഞ്ഞതോടുകൂടി ഇന്ദ്രൻ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞു. ഇനി ഞാനല്ല ഈ ലോകങ്ങളുടെ മുഴുവൻ അധിപതി, അങ്ങാണ്. അങ്ങ് വേണം ഈ ലോകത്തെ സംരക്ഷിക്കാനായിക്കൊണ്ട്. അത് നേരത്തെ തന്നെ പ്രാർത്ഥിച്ചിട്ടാണല്ലോ ഭഗവാന്റെ അവതാരം. അപ്പൊ അത് പൂർണ്ണമായിട്ടും അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നതായിട്ടുള്ള ഒരു ചടങ്ങായിരുന്നു ഗോവിന്ദാഭിഷേകം. ഇപ്പതാ അദ്ദേഹത്തിന് വസിക്കാനായിട്ട് യോഗ്യമായിട്ടുള്ള സ്ഥാനവും അദ്ദേഹത്തിന്റെ രാജധാനി, അതുപോലെ സുധർമ്മ എന്ന സഭയും എല്ലാം പൂർണ്ണമായി. അപ്പോ ഇപ്പൊ ലോകത്തിന്റെ ക്യാപിറ്റൽ എവിടെയാണെന്ന് ചോദിച്ചാൽ ദ്വാരക. എല്ലാ പ്രശ്നങ്ങൾക്കും ആത്യന്തികമായിട്ടുള്ള പരിഹാരം എവിടുന്നാണ്? ദ്വാരകയിൽ നിന്നാണ്. രാഷ്ട്രപതി ഭവൻ പോലെ, സുപ്രീം കോർട്ട് പോലെ എന്നൊക്കെ പറയാവുന്ന എല്ലാറ്റിന്റെയും കേന്ദ്രം. ഇപ്പോൾ ഇന്ദ്രന് പോലും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഓടി വരുന്നത് ഈ ദ്വാരകയിലേക്കാണ്. അപ്പോ സുധർമ്മയായി, പാരിജാതമായി. ഇനി എന്തൊക്കെയാണ്? ശ്യാമൈകകർണാൻ വരുണോ ഹയാൻ ശുക്ലാൻ മനോജവാൻ അഷ്ടൗ നിധിപതി കോശാൻ ലോകപാലോ നിജോദയാൻ. ശ്യാമൈകകർണാൻ വരുണോ ഹയാൻ ശുക്ലാൻ മനോജവാൻ അഷ്ടൗ നിധിപതി കോശാൻ ലോകപാലോ നിജോദയാൻ. അപ്പോ ഓരോ ദേവന്മാരും ഭഗവാന് സമ്മാനങ്ങൾ കൊടുത്തയച്ചതിനെ കുറിച്ച് ഉപലക്ഷണമായി സൂചിപ്പിക്കുകയാണ്. എല്ലാം വിസ്തരിച്ച് പറയാനാവില്ല, അതുകൊണ്ട് ചുരുക്കി പറയുകയാണ്. വരുണ ഭഗവാൻ, വരുണദേവൻ ശ്യാമൈകകർണാൻ ശുക്ലാൻ മനോജവാൻ ഹയാൻ. ഹയങ്ങളാണ് വരുണന്റെ സമ്മാനം. ഹയങ്ങൾ എന്നാൽ കുതിരകള്. സൈന്ധവം എന്ന് കുതിരയ്ക്കും പര്യായം. സിന്ധുദേശത്ത് ഭവിച്ചത് എന്നും സിന്ധുവിൽ നിന്ന് ഭവിച്ചത്, സമുദ്രത്തിൽ നിന്ന് ഭവിച്ചത് എന്നും കുതിരയ്ക്ക് സൈന്ധവം എന്ന് പറയും. ഉപ്പിനും സൈന്ധവം എന്ന് പറയും. ഉപ്പ് എവിടുന്നാ വരണത്? സമുദ്രത്തിൽ നിന്നാണ്. അപ്പൊ സമുദ്രത്തിൽ നിന്ന് വരുന്നതൊക്കെ സൈന്ധവങ്ങളാണ്. സിന്ധോഹോ ഭവം ഇതി സൈന്ധവം, സിന്ധുവിൽ നിന്ന് ഭവിച്ചത്. അപ്പൊ ഇവിടെ വരുണന്റെ സമ്മാനം കുതിരകളാണ്. എങ്ങനെയുള്ള കുതിരകൾ? സ്പെഷ്യൽ കുതിരകളാണ്. യുണീക്കായിട്ടുള്ള സ്പെഷ്യൽ എഡിഷൻ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? ശ്യാമൈകകർണാൻ ശുക്ലാൻ, ശ്യാമമായ ഏകകർണത്തോടുകൂടിയ ശുക്ലാൻ. കുതിരകൾ വെളുത്തതാണ്, ശുക്ലവർണ്ണത്തിലുള്ള കുതിരകളാണ്. പക്ഷെ അതിന്റെ ഒരു കാത് മാത്രം കറുത്തത്. അതൊരു അലങ്കാരമായിട്ട് സ്പെഷ്യൽ ആയിട്ട് പറയുന്നു. സ്പെഷ്യലി ഡിസൈൻഡ്, അല്ലേ, ഫോർ ഭഗവാൻ. അങ്ങനെ ശ്യാമൈകകർണാൻ ശുക്ലാൻ മനോജവാൻ, മനസ്സിന്റെ വേഗതയിൽ പായുന്നവയാണ് ആ കുതിരകൾ. അങ്ങനെയുള്ള കുതിരകളെ ഹയാൻ നിധിപതി. ഇനി വരുണഃ, ഇനി നിധിപതി അഷ്ടൗ കോശാൻ. നിധിപതി കുബേരൻ. കുബേരൻ തന്റെ കയ്യിലുള്ള അഷ്ടനിധികളുണ്ട്. 8 തരത്തിലുള്ള നിധികളുണ്ട്. പല പേരുകളിൽ, പത്മം മുതലായിട്ടുള്ള പേരോടുകൂടി അറിയപ്പെടുന്ന നിധികൾ.
നമ്മുടെ ഹനുമാൻ ചാലിസയിൽ പറയും അഷ്ടനിധി ഇല്ല, ഓർമ്മയില്ല, അഷ്ടസിദ്ധി നവനിധികേദാത എന്നാണ് അവിടെ പറയാം. അത് എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതുകൊണ്ട് അഷ്ടസിദ്ധി നവനിധികേദാത. ഹനുമാൻ സ്വാമി 8 സിദ്ധികളും നവനിധികളും നമുക്ക് നൽകാൻ കഴിവുള്ള ആളാണെന്ന് പറയും. അവിടെ നവനിധികളിൽ പ്രധാനമായിട്ട് 8 നിധികളെ ഒരു നിധി മാത്രം തനിക്ക് മാറ്റി വെച്ചിട്ടുണ്ടാവും അല്ലേ. കുബേരൻ തന്നെ കാണാൻ വരുന്നവർക്ക് കൊടുക്കാനായിട്ട് ഒരു നിധി മാറ്റി വെച്ച് ബാക്കി 9 നിധികള് 8 നിധികള് ദ്വാരകയിലേക്ക് കൊടുത്തയച്ചു എന്നാണ്. നിധിപതി അഷ്ടൗ കോശാൻ, 8 നിധികളെയും ലോകപാലഹ നിജോദയാൻ പ്രാഹിണോത്. ഓരോ ലോകപാലന്മാരും നിജ ഉദയാൻ, അവരവരുടെ ഐശ്വര്യങ്ങളെ, അവരവർക്ക് എന്താണോ വിശിഷ്ടമായിട്ടുള്ളത് അതെല്ലാം ഭഗവാന് കൊടുത്തയച്ചു എന്നർത്ഥം. നമ്മുടെ ദേവീമാഹാത്മ്യത്തിലെ മഹിഷാസുരമർദിനി ഉണ്ടായപ്പോ അല്ലേ, ത്രിമൂർത്തികളുടെ കോപത്തിൽ നിന്ന് ഉണ്ടായ തേജസ് ഒരു തേജപുഞ്ചമായി ഭവിച്ചു. മറ്റു ദേവന്മാരും അവരുടേതായിട്ടുള്ള തേജസ്സിനെ അതിലേക്ക് സന്നിവേശിപ്പിച്ചു. അങ്ങനെ എല്ലാ ദേവന്മാരുടെയും കൂടി തേജസ്സിൽ നിന്ന് ഗംഭീരമായിട്ടൊരു തേജപുഞ്ചമായി തീർന്ന് അത് ഒരു നാരിയായി ഭവിച്ചു മഹിഷാസുരമർദിനി. ആ മഹിഷാസുരമർദിനിക്ക് ഓരോ ദേവന്മാരും അവരവരുടെ കയ്യിലുള്ള ആയുധങ്ങളെ അതുപോലെ അതിൽ നിന്ന് പറിച്ചെടുത്ത് ആയുധങ്ങളെ കൊടുത്തു എന്നാ പറയുക. ഓരോരുത്തരും അവരവരുടെ ആയുധങ്ങളിൽ നിന്ന് അതുപോലെ അതിന്റെ ശക്തികളെ കൊടുത്തു, അതിന്റെ സൂക്ഷ്മ ശക്തികളെ ദേവിക്ക് കൊടുത്തു എന്ന് താല്പര്യം. അപ്പൊ ദേവിയെ എല്ലാ അഖിലാണ്ടകോടി ബ്രഹ്മാണ്ട നായികയായി അഭിഷേകം ചെയ്യുന്ന അല്ലെങ്കിൽ അവരോധിക്കുന്നതായിട്ടുള്ള ഒരു ഭാവമാണ്. അവരുടെയൊക്കെ അധികാര ചിഹ്നങ്ങളെ ദേവിക്ക് ഏൽപ്പിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ഇനിയിപ്പോ ദേവിയുടെ റൂളാണ് പ്രസിഡൻസ് റൂൾ എന്ന് പറയും പോലെ. ഒരു സംസ്ഥാനത്തിന് മുഖ്യമന്ത്രിയെ തൽക്കാലം സസ്പെൻഡ് ചെയ്തോ പിരിച്ചുവിട്ടോ പ്രസിഡൻസ് റൂൾ ഏൽപ്പിക്കുമ്പോൾ ആ മുഖ്യമന്ത്രിയുടെയൊക്കെ അധികാരം ആരിലേക്ക് വരുന്നു? പ്രസിഡന്റിലേക്ക് വരുന്നു. അദ്ദേഹം പിന്നീട് അത് ഗവർണർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. അപ്പം അതുപോലെയാണ് ഇവിടെ ഭഗവാന്റെ ദ്വാരകാ നിർമ്മാണത്തോടുകൂടി ഭഗവാൻ ലോകൈക നായകനായി എല്ലാവർക്കും, എല്ലാ ലോകപാലന്മാർക്കും നായകസ്ഥാനത്തിൽ അവരോധിക്കപ്പെടുന്നതായിട്ടുള്ള ചടങ്ങും കൂടിയാണ്. അതുകൊണ്ടാണ് ഓരോരുത്തരും അവരവരുടെ കയ്യിലുള്ള വിശിഷ്ട വസ്തുക്കളെല്ലാം ഭഗവാനെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. ഇനിയിപ്പോൾ അങ്ങാണ് ലോകത്തിന്റെ മുഴുവൻ നാഥൻ. അങ്ങയുടെ ഈ അവതാര ദൗത്യം കഴിയുന്നത് വരെ അങ്ങാണ് എല്ലാറ്റിൻ്റെയും ഉത്തരവാദിത്വം എന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. അതാണ് ലോകപാലഹ നിജോദയാൻ പ്രാഹിണോത്. അവരവരുടേതായിട്ടുള്ള വിശിഷ്ട ഉദയ വസ്തുക്കളെ കൊടുത്തയച്ചു, ഏൽപ്പിച്ചു, ഭഗവാനെ കൊണ്ടുവന്നു കൊടുത്തു. ശ്യാമൈകകർണാൻ വരുണോഹയാൻ ശുക്ലാൻ മനോജവാൻ അഷ്ടൗ നിധിപതികോശാൻ ലോകപാലോ നിജോദയാൻ യദ്ഭഗവതാ ദത്തം ആധിപത്യം സ്വസിദ്ധയേ സർവം പ്രത്യർപ്പയാമാസു ഹരൗ ഭൂമിഗതേ നൃപ. യദ്ഭഗവതാ ദത്തം ആധിപത്യം സ്വസിദ്ധയേ സർവം പ്രത്യർപ്പയാമാസു ഹരൗ ഭൂമിഗതേ നൃപ. ഇത് വ്യക്തമാക്കുന്നു. എന്താണ്? യത് ഭഗവതാ ദത്തം ആധിപത്യം, ഏതേത് ആധിപത്യം ഭഗവാനാൽ നൽകപ്പെട്ടുവോ ഈ ലോകപാലന്മാർക്ക്, എന്തിനായിക്കൊണ്ട്? സ്വസിദ്ധയെ, സ്വസിദ്ധി എന്ന് പറഞ്ഞാൽ അവരവരുടെ കാര്യസിദ്ധിക്കായിക്കൊണ്ട്. ഓരോരുത്തരും ഓരോ സ്ഥാനം വഹിക്കുമ്പോൾ അതിന് പ്രത്യേക അധികാരങ്ങൾ വേണം, ആധിപത്യം വേണം, അതിനൊക്കെ ഒരു സിസ്റ്റം വേണം അല്ലേ? ഇന്ന രീതിയിലായിരിക്കണം ഭരണവ്യവസ്ഥ. ഇന്നവർ മുകളിലിരിക്കുന്നു, അടുത്തവർ ഇന്നവരാണ് താഴെ 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 എന്നുള്ള ഒരു ഹെറാർക്കി എന്ന് പറയുന്ന സിസ്റ്റം.
അപ്പോൾ ഓരോരുത്തർക്കും ആ ആധിപത്യം ഏൽപ്പിച്ചു കൊടുക്കണം, എങ്കിലേ അവർക്ക് താഴെയുള്ളവരെ ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, കാര്യങ്ങൾ സാധിപ്പിക്കാൻ പറ്റുള്ളൂ. ഒരു അധികാരമില്ലാത്ത ഒരാൾക്ക് മറ്റൊരാളെ എങ്ങനെ ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റും? നീയും ഞാനും തുല്യന്മാരാണ്, നീ എന്തിനാ എന്നെ ആജ്ഞാപിക്കുന്നതെന്ന് അവർ ചോദിക്കും. അപ്പോൾ ആ തുല്യതയിൽ കാര്യങ്ങൾ നടക്കില്ല. കാര്യങ്ങൾ നടക്കണമെങ്കിൽ മുകളിലിരിക്കുന്ന ഒരാൾ താഴെയുള്ള ഒരാളെ കൊണ്ട് ആജ്ഞാപിച്ചാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. അല്ല എല്ലാവരും തുല്യന്മാരാന്ന് പറഞ്ഞാൽ ഇവിടെ ആരും ഒന്നും ചെയ്യലുണ്ടാവില്ല. അവൻ ചെയ്യട്ടെ, അവൻ ചെയ്യട്ടെ, അവൻ ചെയ്യട്ടെ, ഞാനെന്തിനു കഷ്ടപ്പെടണം എന്നെല്ലാവരും ഒഴിഞ്ഞു മാറി മടിയന്മാരായി സുഖിയന്മാരായി അത് പിന്നെ നാശത്തിന് കാരണമാവും. അപ്പം അതുകൊണ്ട് എവിടെയാണെങ്കിലും ഒരു വ്യവസ്ഥ വേണം. മുകളിലിരിക്കുന്ന ആള് താഴെ ഇരിക്കുന്ന ക്രമത്തിൽ ഇന്നവർക്ക് ഇന്ന ഡ്യൂട്ടി എന്ന്. അപ്പോൾ അവരുടെ സ്വസിദ്ധയെ സ്വകാര്യസിദ്ധയെ അവരവരുടെ കാര്യം സാധിക്കാനായിക്കൊണ്ട് അവരവരുടെ അധികാരം നിർണയിക്കപ്പെടാനായിക്കൊണ്ട് ഭഗവതാ ദത്തം ആധിപത്യം. ഇപ്പോ എന്താ പറയുക, നമ്മുടെ ഭാരതത്തില് സുപ്രീം കോർട്ട് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു, അവരുടെ പണി നോക്കാതെ. ഇതൊരു ലംഘനമാണ്, വ്യവസ്ഥാ ലംഘനമാണ്. ആവശ്യമില്ലാത്തതിലൊക്കെ ഈ ഭരണഘടന ഉണ്ടാക്കുന്നതും വ്യവസ്ഥകൾ ഉണ്ടാക്കുന്നതും ഒക്കെ പാർലമെന്റാണ്. പാർലമെന്റ് ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾ അതുപോലെ സംരക്ഷിക്കാൻ, പാലിക്കപ്പെടാൻ, അതിനെ വ്യാഖ്യാനിക്കാനൊക്കെ ഉള്ള ബാധ്യത മാത്രമേ സുപ്രീം കോർട്ട് വരയ്ക്കുള്ള കോടതികൾക്കൊക്കെ ഉള്ളൂ. അല്ലാതെ സ്വയം നിയമനിർമ്മാണം നടത്താൻ, മറ്റുള്ളവരെ ഡിക്റ്റേറ്റ് ചെയ്യാനൊന്നും അധികാരം ഒരു കോടതിക്കും ഇല്ല. കോടതി ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെല്ലാം നിയമങ്ങളുണ്ടോ അതനുസരിച്ച് എല്ലാവരും പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ മാത്രമേ പാടുള്ളൂ. അല്ലാതെ പുതിയ നിയമങ്ങൾ നമ്മുടെ ഹൈക്കോടതിയിലും ധാരാളമായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട്. ആവശ്യമില്ലാത്ത കമന്റുകൾ പറയുക, അവരുടെയൊക്കെ തോന്നിയവാസങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോഴത്തെ ജഡ്ജിമാരെന്ന് പറയുന്നവര് അവരൊക്കെ തെറ്റായ വഴികളിലൂടെ ആ സ്ഥാനങ്ങളിൽ വന്നവരുമാണ്. ശരിയായ വഴിയല്ല, പ്രോപ്പർ വ്യവസ്ഥയല്ല അത്. അവരുടെ സൗകര്യത്തിന് ചില വ്യവസ്ഥകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് കൊളീജിയം എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിലൊക്കെ ജഡ്ജസിനെ നിയമിക്കാനായിക്കൊണ്ട് ഒരു കൊളീജിയം എന്ന് പറഞ്ഞിട്ടൊരു വ്യവസ്ഥ, അതിലൂടെ ഈ കുടുംബാധിപത്യമാണ് അവർ ഉറപ്പിക്കുന്നത്. എത്രയോ കാലമായിട്ട് സുപ്രീം കോർട്ടിൽ ഒരു ജഡ്ജിന്റെ പേര് നരിമാൻ എന്നായിരിക്കും. എത്രയോ കാലമായിട്ടുണ്ട്. അപ്പൊ നരിമാൻ 1, നരിമാൻ 2, നരിമാൻ 3, നരിമാൻ 4 എന്താണ്? പരമ്പരയാണ്, കുടുംബ പാരമ്പര്യം. അപ്പൊ ഈ കൊളീജിയം എന്നുള്ള വ്യവസ്ഥ അന്യായമായിട്ടുള്ളൊരു വ്യവസ്ഥയാണ്. ഒരു കുടുംബ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള വ്യവസ്ഥയാണ്. അതുപോലെ അവർക്ക് ധനം സമ്പാദിക്കാനുള്ള വ്യവസ്ഥകളാണ്. അങ്ങനെ അഴിമതി കാണിച്ച എത്രയോ ജഡ്ജിമാരെ കുറിച്ചിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ട്. ഇന്നാള് ഒരാഴ്ച മുമ്പ് ഒരു സുപ്രീം കോടതി ജഡ്ജിന്റെ ഡൽഹി ഹൈക്കോടതി ജഡ്ജിന്റെയോ മറ്റെയാണ് ഗൃഹത്തിലൊരു റെയ്ഡ് നടന്നപ്പോൾ കണക്കിൽപ്പെടാത്ത കോടികൾ കത്തിച്ചു കളഞ്ഞു. പിടിക്കാൻ വരണമെന്ന് കണ്ടിട്ട് കത്തിച്ചു കളയുന്ന കാര്യങ്ങൾ കൂടി. കുറെ പിടിക്കപ്പെട്ടു, കുറെ കത്തിച്ചു കളഞ്ഞു. അപ്പൊ നമ്മുടെ ഭാരതത്തിലെ നീതിന്യായ വ്യവസ്ഥ അതിക്രമിക്കുന്നുണ്ട്, അധികാരം കൈയാളുന്നുണ്ട്. ജനാധിപത്യം വിട്ട് ഒരു ജുഡീഷ്യറി എല്ലാ കാര്യങ്ങളുടെയും മേൽക്കോയ്മ പിടിച്ചടക്കാൻ പോകുന്ന പോലെ ഉള്ള ഒരു കാഴ്ച നമ്മൾ കാണുന്നു. വളരെ വിമർശനം എല്ലാ ഭാഗത്തുനിന്നും ഉണ്ട്. മോശമാണത്, വളരെ മോശമാണ്. നമ്മളൊക്കെ ബഹുമാനിക്കുന്ന സ്ഥാനങ്ങളാണ്, പക്ഷേ നിവൃത്തിയില്ല പറയാതിരിക്കാൻ. ആ രീതിയിലായി. അപ്പോൾ ആ ഹെറാർക്കി വ്യവസ്ഥകളൊക്കെ ലംഘിക്കുന്നു എന്നർത്ഥം. അപ്പം അതിൻ്റെ ഓരോരുത്തർക്കും ഓരോ സ്ഥാനം കൊടുക്കുന്നത്, ഓരോ അധികാരം കൊടുക്കുന്നത്, ആധിപത്യം കൊടുക്കുന്നത് ഈ നിയമങ്ങൾ നിലവിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് യദ്യത് ഭഗവതാദത്തം ആധിപത്യം സ്വസിദ്ധയേ സർവം പ്രത്യർപ്പയാമാസുഹു ഹരൗ ഭൂമിഗതേ നൃപ. ഹരൗ ഭൂമിഗതേ, ഹരി ഭൂമിയിൽ ഗമിച്ചപ്പോൾ, ഭഗവാൻ വിഷ്ണു നാരായണൻ ഭൂമിയിലേക്ക് കൃഷ്ണാവതാരമായിട്ട് വന്നപ്പോൾ, ഹേ നൃപ, സർവം പ്രത്യർപ്പയാമാസു,
ഓരോ ദേവന്മാരും അവരവരുടെ അധികാരങ്ങളെ ആധിപത്യത്തെ എല്ലാം പ്രത്യർപ്പണം ചെയ്തു എന്ന് പറഞ്ഞാൽ തിരിച്ചേൽപ്പിച്ചു. ഇപ്പോ ശ്രീകൃഷ്ണ ഭഗവാനാണ് എല്ലാ ദേവന്മാരുടെയും ആധിപത്യം കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ പ്രസിഡൻസ് റൂൾ, എമർജൻസി റൂൾ എന്നൊക്കെ പറയും പോലെയുള്ള അവസ്ഥയാണ്. കാരണം എമർജൻസി വന്നത് കൊണ്ടാണല്ലോ ഭഗവാൻ അവതരിക്കേണ്ടി വന്നത്. ഇവരെല്ലാവരും കൂടി പാലാഴി തീരത്ത് നിന്ന് വാവിട്ട് നിലവിളിച്ച് കരഞ്ഞിട്ടല്ലേ ഞങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നില്ല, കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരവസ്ഥയിൽ ഭഗവാൻ തന്നെ നേരിട്ട് ഇടപെടണം എന്ന് കരഞ്ഞപ്പോഴാണ് ഭഗവാൻ അവതരിച്ചത്. അപ്പോൾ ഒരു എമർജൻസിയാണ്, അപ്പോൾ ഒരു പ്രസിഡൻസ് റൂളാണ് ഇവിടെ. ഈശ്വരൻ നേരിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ആ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന വരികളാണിത്. യദ്യത് ഭഗവതാ ദത്തം ആധിപത്യം സ്വസിദ്ധയേ സർവം പ്രത്യർപ്പയാമാസുഹു ഹരൗ ഭൂമിഗതേ നൃപ. എല്ലാവരും ആ ഹരിയിൽ പ്രത്യർപ്പണം ചെയ്തു, തിരിച്ചേൽപ്പിച്ചു. ഇനി അങ്ങ് വേണം എല്ലാം നോക്കാനെന്ന് പറഞ്ഞു. തത്ര യോഗപ്രഭാവേണ നീത്വാ സർവജനം ഹരിഃ പ്രജാപാലേന രാമേണ കൃഷ്ണഃ സമനുമന്ത്രിതഃ നിർജഗാമപുരദ്വാരാത് പദ്മമാലീ നിരായുധഃ. തത്ര യോഗപ്രഭാവേണ നീത്വാ സർവജനം ഹരിഃ പ്രജാപാലേന രാമേണ കൃഷ്ണഃ സമനുമന്ത്രിതഃ നിർജഗാമപുരദ്വാരാത് പദ്മമാലീ നിരായുധഃ. അപ്പോ ഭഗവാൻ ഹരി സർവജനം തത്ര യോഗപ്രഭാവേണ നീത്വാ. ഭഗവാൻ എന്ത് ചെയ്തു? സർവജനം, മധുരാപുരിയിലെ മുഴുവൻ യാദവന്മാരെയും, യാദവ ജനങ്ങളെ മുഴുവൻ തത്ര എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പുതിയ പുരിയിലേക്ക്, ദ്വാരകാപുരിയിലേക്ക് യോഗപ്രഭാവേണ നീത്വ, തന്റെ യോഗപ്രഭാവം കൊണ്ട് നയിച്ചിട്ട്. എന്താ യോഗപ്രഭാവം കൊണ്ട് എങ്ങനെയാണ് അദ്ദേഹം നയിച്ചത്? രാത്രി ഉറങ്ങാൻ കിടന്നതായിട്ടുള്ള യാദവന്മാരെല്ലാം പിറ്റേ ദിവസം ഉണർന്നു നോക്കുമ്പോൾ പുതിയ സ്ഥലത്താണ്. ഇത് ഭഗവാൻ മുമ്പും ദാവാഗ്നിപാന സന്ദർഭങ്ങളിൽ കാണിച്ചിട്ടുണ്ട്. മുഞ്ചാടവിയിൽ വെച്ച് കാട്ടുതീ പിടിപെട്ടതായിട്ടുള്ള സമയത്ത് ഭഗവാൻ എല്ലാവരോടും കണ്ണടച്ചോളാൻ പറഞ്ഞു. എല്ലാവരും കണ്ണടച്ചു. ഭഗവാൻ ഇവർ കണ്ണു തുറന്നതായിട്ടുള്ള സമയത്ത് ഇവരെല്ലാവരും വൃന്ദാവനത്തിലെ തന്നെ ആ ഭാണ്ഡീരക വൃക്ഷത്തിന്റെ ചുവട്ടിൽ സേഫായി എത്തിയിരുന്നു. ഇങ്ങനെ പല സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു വലിയ ഒരു മെഗാ സംഭവമാണ് മധുരാപുരിയിൽ ഉറങ്ങിക്കിടന്നവരെല്ലാം ഇപ്പതാ ദ്വാരകാപുരിയിലാണ് ഉണർന്നെഴുന്നേറ്റത് ഭഗവാന്റെ യോഗപ്രഭാവം കൊണ്ട്. അപ്പോ തത്ര യോഗപ്രഭാവേണ നീത്വാ സർവജനം ഹരിഃ. പിന്നെ പ്രജാപാലേന രാമേണ സമനുമന്ത്രിതഃ പദ്മമാലീ നിരായുധഃ പുരദ്വാരാത് നിർജഗാമ. ഭഗവാൻ എന്ത് ചെയ്തു? പ്രജാപാലേന രാമേണ സമനുമന്ത്രിത, പ്രജാപാലനം ചെയ്യാനായിക്കൊണ്ട് രാമനോട് അനുമന്ത്രണം ചെയ്ത്, അങ്ങ് വേണം ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ, ഇവരുടെ സുരക്ഷ നോക്കാൻ, യവനന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഏട്ടനെ ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ട് യവനന്റെ കാര്യം നോക്കാൻ ഭഗവാൻ ഏകനായിട്ട്, അതാണ് പത്മമാലി നിരായുധഃ, താമരമാല ധരിച്ചവനായി ആയുധരഹിതനായിട്ട് നിരായുധനായിട്ട് പുരദ്വാരാത് നിർജഗാമ, ആ പുരത്തിന്റെ ദ്വാരകാപുരത്തിന്റെ ദ്വാരത്തിൽ നിന്ന്, കവാടത്തിൽ നിന്ന് നിർജഗാമ പുറത്തേക്ക് പുറപ്പെട്ടു എന്നർത്ഥം. അപ്പോൾ ഒരു താമരമാല മാത്രം ധരിച്ചുകൊണ്ട് കാലയവനോട് യുദ്ധം ചെയ്യാനായിക്കൊണ്ട് ഭഗവാൻ പുറപ്പെട്ടു. ഇനി അടുത്ത അധ്യായത്തിലാണ് ഈ കാലയവനും ഭഗവാനും കൂടിയുള്ള കളി. ഭഗവാൻ കളിയാണ് ചെയ്യുന്നത്. നിരായുധനായി ഭീരുവിനെ പോലെ ഓടിപ്പോകുന്ന രംഗമൊക്കെ ഉണ്ട്. അത് കണ്ട് കാലയവനൻ കുറച്ച് അഭിമാനിയാണ്. അതുകൊണ്ട് തനിക്ക് സൈന്യത്തിന്റെ ആവശ്യമൊന്നുമില്ല, ആയുധവും വേണ്ട എന്ന് പറഞ്ഞ് തന്റെ ആയുധങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് കൃഷ്ണന്റെ പുറകെ ഓടുന്നതും, കൃഷ്ണൻ ഓടി ഒരു പർവ്വതത്തിലെ ഒരു ഗുഹയിലേക്ക് കയറിപ്പോകുന്നതും, ആ ഗുഹയിൽ വെച്ച് ഈ
യവനൻ കൊല്ലപ്പെടുന്നതുമായിട്ടുള്ള കഥയാണ്. നമുക്കതൊക്കെ അടുത്ത ക്ലാസ്സുകളിൽ കേൾക്കാം. ഇപ്പോൾ ഇവിടെ ഈ അധ്യായം സമർപ്പിക്കുകയാണ്. ഹരി ഓം. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ദുർഗനിവേശനം നാമ പഞ്ചാശത്തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 51-ാം അധ്യായം മുതൽക്ക് നമുക്ക് പിന്നീട് കാണാം. പിന്നീട് കാണാമെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവില്ല. ഇനി അപ്പം എല്ലാവർക്കും നാളെ വിഷു ആശംസകൾ. എന്താണ് ക്ലാസ് ഇല്ലാത്തത് എന്ന് ചോദിച്ചാൽ ശങ്ക വേണ്ട. മെയ് 2 വരെ ബിസിയാണ്. മെയ് 2 ശങ്കര ജയന്തിയാണ്. അത് വരയ്ക്കും നമ്മുടെ ഇന്ന് വൈകിട്ടില്ല. എല്ലാവർക്കും കണി വെക്കാനുള്ള തിരക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എനിക്കുമുണ്ട് തിരക്കുകൾ. എനിക്ക് 20 ദിവസത്തെ പ്രവാസത്തിന് തയ്യാറെടുക്കണ്ടേ. 20 ദിവസമില്ല. നാളെ 14. നാളെ രാവിലെ ഇവിടെ വിഷുക്കണി കണ്ടതിന് ശേഷം ഇവിടെ രാവിലെ അത്യാവശ്യം ആൾക്കാരൊക്കെ വരും. അവർക്കൊക്കെ കൈനീട്ടം കൊടുത്തു കഴിഞ്ഞാൽ വേറെ പാലക്കാട് തന്നെ ഒരു ചെറിയ പ്രോഗ്രാമുണ്ട്, മറ്റൊരു ആശ്രമത്തിലും സത്സംഗം. അത് കഴിഞ്ഞ് കണ്ണൂരിലേക്ക് പോകും. നമ്മുടെ മൈസൂരിലെ ശ്രീ ശ്രീ ശങ്കരഭാരതി സ്വാമികൾ ഒരു വലിയ ടീമുമായിട്ട് ഒരു റിസർച്ച് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റേഷൻ പർപ്പസിനായിക്കൊണ്ട് കേരള പര്യടനം നടത്തുകയാണ്. ശങ്കരാചാര്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ഏതേത് സ്ഥലങ്ങളാണ്, എന്തൊക്കെയാണ് അവിടെ ശങ്കരാചാര്യരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളുള്ളത്, ആചാരങ്ങളുള്ളത്, ഐതിഹ്യങ്ങളുള്ളത്, അതിനെക്കുറിച്ചൊക്കെ ഒരു അതോറിറ്റി ആയിട്ട് ആളുകളുണ്ടെങ്കിൽ അറിവുള്ള ആളുകളുമായിട്ടൊക്കെ ഒരു മേളനം, മീറ്റിങ്ങുകൾ. അപ്പോൾ സ്വാമിജി കാസർഗോഡ് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെയും 11-ാം തീയതി വൈകുന്നേരം എത്തി. ഇന്നും അദ്ദേഹം കാസർഗോഡ് തന്നെയാണ്. നാളെ അദ്ദേഹം കണ്ണൂരിലേക്ക് എത്തും. അപ്പോഴേക്കും ഞാനും ചെന്ന് അദ്ദേഹത്തോടൊപ്പം ചേരണം എന്ന് അദ്ദേഹത്തിൻ്റെ 11-ാം തീയതി തന്നെ ചേരേണ്ടതാണ്. ഞാൻ പറഞ്ഞു വിഷു കഴിഞ്ഞിട്ട് ചേരാം എന്ന് പറഞ്ഞു. കാരണം വിഷു ഇവിടെ എല്ലാ വർഷവും കണി വയ്ക്കുകയും കുറച്ച് പേര് വരികയൊക്കെ ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ചേരാം. അപ്പോൾ നാളെ കണ്ണൂർ, മറ്റന്നാളും കണ്ണൂർ, അത് കഴിഞ്ഞ് 2 ദിവസം കോഴിക്കോട്, പിന്നീട് ഗുരുവായൂർ ഒരു 2 ദിവസം, തൃശ്ശൂർ 2 ദിവസം, കാലടിയിൽ 3 ദിവസമോ 4 ദിവസമോ ഉണ്ടാവും. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം പോകും. അപ്പോൾ കൂടെ ഒരു സഹായം എല്ലാ കാര്യത്തിലും പലയിടത്തും ആളുകളുമായിട്ട് സംവദിക്കാനും ഭാഷാനുവാദം ചെയ്യാനും സ്വാമിജി സംസ്കൃതത്തിൽ പറയുന്ന കാര്യങ്ങൾ മലയാളത്തിലേക്ക് പറഞ്ഞു കൊടുക്കാനും അവർ പറയുന്ന കാര്യങ്ങൾ സ്വാമിജിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് കൂടെ ഉണ്ടാവണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഡ്യൂട്ടിയിലാണ്, ഒരു ഡോക്യുമെന്റേഷൻ ഡ്യൂട്ടിയാണ്. ശങ്കരാചാര്യരുടെ ചരിത്രത്തെ അദ്ദേഹം ഭാരതം മുഴുവൻ പോകുന്നുണ്ട്. കേരളത്തിൽ നിന്ന് മെയ് 2 അദ്ദേഹം കന്യാകുമാരിയിലേക്ക് പോകും. മെയ് 3 കന്യാകുമാരിയിൽ നിന്ന് അങ്ങനെ രാമേശ്വരം, തിരുനെൽവേലി, തിരുച്ചെന്തൂർ, മധുരൈ, കാഞ്ചീപുരം, ശങ്കരാചാര്യരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകും. അപ്പോൾ കേരളത്തിൽ മാത്രം നമുക്ക് ഡ്യൂട്ടി. സ്വാമിജിക്ക് നമ്മളോടുള്ള സ്നേഹവും വാത്സല്യവും അടുപ്പവും കൊണ്ട് നമ്മളെ വിളിച്ചതാണ്. അപ്പോൾ അത് നമ്മുടെ കർത്തവ്യമാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ സന്ദർഭം കിട്ടുമ്പോൾ ഏതെങ്കിലും വീഡിയോകളൊക്കെ അതാത് ക്ഷേത്രങ്ങളിൽ നിന്നോ ഒക്കെ ഇടാൻ നോക്കാം. തിരക്കായിരിക്കും, പ്രതീക്ഷിച്ചിരിക്കേണ്ട, എപ്പോഴാണ് സൗകര്യം പോലെ ചെയ്യാം.
അപ്പോൾ ഇന്ന് നാളെയും മറ്റന്നാളും കണ്ണൂർ, അത് കഴിഞ്ഞ് കോഴിക്കോട് ചിന്മയ മിഷനിലാണ് തൊണ്ടയാട് താമസം. അവിടെ 2 ദിവസം കഴിഞ്ഞാൽ ഗുരുവായൂരിലാണ് ബ്രാഹ്മണ സമൂഹം മഠത്തിലായിരിക്കും. അത് കഴിഞ്ഞ് തൃശ്ശൂർ ബ്രഹ്മസ്വം മഠത്തിലായിരിക്കും. കണ്ണൂരിലെ ഒരു രാഘവപുരം എന്നുള്ളൊരു ഒരു ശാല ഉണ്ട്, അവിടെയാണ്. തളിപ്പറമ്പിൻ്റെയോ പയ്യന്നൂരിൻ്റെയൊക്കെ ഇടയ്ക്കാണ്. തിരുവനന്തപുരത്ത് ഞാനുണ്ടാവില്ല. എനിക്ക് കാലടിയിൽ ഡ്യൂട്ടി. ശങ്കര ജയന്തിക്ക് 28-ാം തീയതി മുതൽ മെയ് 2 വരെ 5 ദിവസം കാലടിയിലാണ് എനിക്ക് ഡ്യൂട്ടി. സ്വാമിജി തിരുവനന്തപുരത്ത് പോകും. അവിടെ പിന്നെ സ്വാമിജിക്ക് സഹായത്തിന് ആളുകളുണ്ട്. ഡോക്ടർ ഉണ്ണികൃഷ്ണൻജി, അതുപോലെ അധ്യാത്മാനന്ദ സ്വാമിജി, അവരൊക്കെ അവിടെ കൂടും. സ്വാമിജിയുടെ നേതൃത്വത്തിൽ ട്രിവാൻഡ്രത്ത് ബോധാനന്ദ സരസ്വതി സ്വാമികളുടെ ആശ്രമമാണ് കരമന കാലടി. അവിടെയാണ് താമസം. കാലടിയിലെ കരമനയിലെ കാലടി. അവിടെ ബോധാനന്ദ കേന്ദ്രമുണ്ട്. അവിടെയാണ് 6 ദിവസവും മറ്റേ സ്വാമിജി താമസിക്കേണ്ടത്. കാരണം തിരുവനന്തപുരത്ത് ഒരുപാട് പണിയുണ്ട്. അതുപോലെ ശങ്കര ജയന്തി പ്രാവശ്യം സ്വാമിജി അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ പകരം കാലടിയിൽ ഇൻചാർജായിട്ട് നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. കാലടിയിൽ 5 ദിവസം ഞാനുണ്ടാവും, 28 മുതൽ മെയ് 2 വരെ. ഓക്കെ. അപ്പോൾ എവിടെയെങ്കിലും വെച്ച് ആർക്കെങ്കിലും കാണണമെങ്കിൽ കാണാം, പറ്റിയാൽ കാണാം. ഇത് നമ്മളൊരു മെയിനായിട്ട് ഈ ഡോക്യുമെൻറ്റേഷൻ പർപ്പസ് ആയതുകൊണ്ട് പബ്ലിക് പ്രോഗ്രാമുകൾ അധികം ഉണ്ടാവില്ല. എവിടെയെങ്കിലും കുറച്ച് പേരുണ്ടെങ്കിൽ ഒരു ചെറിയ സത്സംഗം പോലെയൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. പക്ഷേ വലിയ പബ്ലിക് പ്രോഗ്രാമുകൾ ഓർഗനൈസ് ചെയ്തിട്ടല്ല പോകുന്നത്. അപ്പോൾ എല്ലാവരോടും വിഷു ആശംസകളോടെ നമുക്ക് ശങ്കര ജയന്തി കാലത്ത് കാലടിയിൽ നിന്ന് നമുക്ക് ക്ലാസ്സുകളുണ്ട്, പരിപാടികളുണ്ട്. അപ്പോൾ നമ്മൾ ഓൺലൈൻ ലൈവൊക്കെ ചെയ്യാം. എൻ്റെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ലൈവുകൾ 28-ാം തീയതിക്ക് ശേഷം. എന്തായാലും 26-27-ാം തീയതി വരെ സ്വാമിജിയുടെ കൂടെ ഉണ്ടാവും. ഹരി ഓം ഹരി ഓം. എല്ലാവരും കഴിഞ്ഞു പോയ ക്ലാസ്സുകളൊക്കെ കേൾക്കുക. പിന്നെന്തൊക്കെയാ നല്ല കാര്യങ്ങൾ, സത്സംഗങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആസ്വദിക്കാം. ഹരി ഓം. ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും വിഷു ആശംസകൾ. ഹാപ്പി വിഷു.